അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേങ്ങര വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം കമ്മിറ്റി എല്ലാ മാസവും നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ആദർശ പഠന കർമ്മ പഠന കോഴ്സിലാണ് നാം ഇപ്പോഴുള്ളത്. വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു സംരംഭം നാം തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും നടത്തിക്കൊണ്ടു പോകുന്നതും. പ്രത്യേകിച്ചും നാം മനസ്സിലാക്കിയ, നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരോ കർമ്മങ്ങൾക്കും കൃത്യമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ വിശ്വാസപരമായും ഈമാനികമായും നാം നേടിയെടുക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് കൃത്യമായി നാം മനസ്സിലാക്കുകയും അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ട് ഒരു നല്ല ഇഖ്ലാസോട് കൂടിയുള്ള വിശ്വാസ കർമ്മങ്ങളിൽ ഏർപ്പെടണം എന്നുള്ള ഒരു നിയത്താണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് നാം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഏതായാലും നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു നല്ല പാർട്ടിസിപ്പേഷൻ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥത കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നറിയാം. കൃത്യമായ നിയത്തോടു കൂടി ഒരു ദീനി മജ്ലിസിൽ ഇരിക്കുന്നത് പോലെ വ്യക്തമായി കേട്ട് മനസ്സിലാക്കി വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റാവുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലാസ്സിനെ ധന്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിലേക്ക് ബഹുമാന്യ പണ്ഡിതൻ ഫൈസൽ മൗലിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അവന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകം മുഴുവനും ഏറെ പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വാർത്തകൾ പല ഭാഗത്തു നിന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മുടെ വേങ്ങര മണ്ഡലത്തിൽ നമ്മുടെ പള്ളിയിൽ എപ്പോഴും സജീവ സാന്നിധ്യമായിരുന്ന നമ്മുടെ വളരെ ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ, വേങ്ങര പുച്ചോലമാട് സ്വദേശി ഫൈസൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്ന് സുബഹിയോട് കൂടി നമുക്ക് ലഭിച്ചത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിദേശ നാടുകളിൽ
കുടുംബത്തെ പോറ്റാനായി ജോലി ആവശ്യാർത്ഥം പോയി. അവിടെയും ഇസ്ലാഹി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാറുണ്ട്. നാട്ടിലെത്തിയാൽ ദാറുസ്സലാം പള്ളിയിൽ എപ്പോഴും അദ്ദേഹം മിക്കവാറും ജുമയിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുറച്ചായുള്ളൂ പോയിട്ട്. അവിടുന്ന് രോഗമായി, കരൾ സംബന്ധമായ രോഗം ബാധിച്ചു. ചികിത്സാവശ്യാർത്ഥം നാട്ടിലേക്ക് തിരിച്ചു പോന്നു. വീട്ടിൽ പോലും പോവാതെ നേരെ എയർപോർട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോഴാണ് മിഞ്ഞാന്ന് പെട്ടെന്ന് അവസ്ഥ മോശമായി. അത് ഏറെ പ്രയാസകരമാവുകയും വെന്റിലേറ്റർക്ക് മാറുകയും ഇന്ന് പുലർച്ചെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. വളരെ ചെറിയ പ്രായമാണ് ഉള്ളത്. അതൊക്കെ ഒരു പക്ഷേ നേരിട്ട് പരിചയം ഉണ്ടാവണമെന്നില്ല. ഗൾഫിലായതുകൊണ്ട് നാട്ടിൽ വരുന്ന സമയങ്ങളിൽ മാത്രമാണല്ലോ കാണാൻ നമുക്ക് അവസരം ഉണ്ടാകാറുള്ളത്. എന്താണെങ്കിലും ഇങ്ങനെ ഓരോരുത്തരും നമുക്കിടയിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനോടെ മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഒരു പഠന സെഷനാണ് നമ്മൾ ഈ മാസത്തെ തസ്കിയ ക്ലാസ് നിശ്ചയിച്ചത്. എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച രാവിലെ 1 മണിക്കൂറാണ് നാം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അരമണിക്കൂർ സമയം ക്ലാസും ബാക്കി അല്പസമയം സംശയ നിവാരണവുമെന്നാണ് നാം ഇത് സ്വീകരിച്ചു പോരുന്ന രീതി. 4-ാമത്തെ ആഴ്ച ഇതേപോലെ കർമ്മശാസ്ത്ര ക്ലാസ്സും ഉണ്ട്. 4-ാമത്തെ ഞായറാഴ്ച രാവിലെയാണ് നാം അത് വെക്കാറുള്ളത്. ശുദ്ധീകരണത്തിൽ തുടങ്ങി നിസ്കാരം എന്ന വിഷയത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസത്തോടു കൂടി എത്തി. ഇൻഷാ അല്ലാഹ് ഈ മാസം അവസാനത്തെ അത് നമുക്ക് സംഘടിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും ബിദ്അത്ത് എന്നത് ഏറെ ഗൗരവമുള്ളതും എന്നാൽ പൊതുവെ സമൂഹം അതിന് ഗൗരവം മനസ്സിലാക്കാതെ പോകുന്നതുമായ കാര്യമാണ്. ബിദ്അത്ത് എന്നത് മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാണ് പൊതുവെ നമ്മൾ ഒക്കെ മനസ്സിലാക്കുന്നത്. ബദഅ എന്ന വാക്കിൽ നിന്നാണ് ബിദ്അത്ത് എന്ന വാക്കിന്റെ ബന്ധം. അതായത് ഒരു മുൻ മാതൃക ഇല്ലാതെ ഉണ്ടാക്കി എന്നാണ് ആ വാക്കിനർത്ഥം. ബിദ്അത്ത് എന്നാൽ മുമ്പില്ലാത്ത ഒന്ന്, പഴയ ഒരു മാതൃക ഇല്ലാത്ത ഒന്ന് പുതിയതായി ഉണ്ടാക്കുക. അതിനാണ് ബദഅ എന്ന വാക്ക് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. അല്ലാഹു തആല ആകാശ ഭൂമികൾ സൃഷ്ടിച്ച വിഷയം പറയുമ്പോൾ അള്ളാഹിനെ പറ്റി പറഞ്ഞത് ബദീഉസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളെ ബിദ്അത്തായി ഉണ്ടാക്കിയവൻ എന്ന് പറഞ്ഞാൽ മുമ്പ് ആരെങ്കിലും ഉണ്ടാക്കി വെച്ച ഒരു ആകാശത്തും ഭൂമി നോക്കി അതേപോലെ അള്ളാഹ് ഉണ്ടാക്കിയതല്ല, ഇല്ലായ്മയിൽ നിന്ന് പുതുതായി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ബദീഉ എന്ന വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു തആല ആവശ്യപ്പെടുന്നുണ്ട്. ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റസൂൽ. നബിയെ പറയുക, ഞാൻ റസൂലുമാരിൽ ബിദ്അ അല്ല. റസൂലുമാരിൽ ഞാൻ ബിദ്അ അല്ല എന്ന് പറയണം. അഥവാ പഴയ പ്രവാചകന്മാരൊന്നും പറയാത്ത ഒരു പുതിയ ആശയവുമായി വന്ന ആളല്ല ഞാൻ. എല്ലാ റസൂലുമാരും എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞാനും പറയുന്നത് എന്ന അർത്ഥത്തിലാണ് ഞാൻ ബിദ്അ അല്ല എന്ന് അവിടെ അല്ലാഹു തആല പറയാനായി നബിയോട് ആവശ്യപ്പെടുന്നത്. ഏതായിരുന്നാലും അതാണ് ബിദ്അത്ത് എന്ന വാക്ക്. അപ്പൊ ദീനിൽ ബിദ്അത്ത് എന്ന് പറയുമ്പോൾ മതം പൂർത്തിയായതിനു ശേഷം പിന്നെ അതിലേക്ക് കൂട്ടിച്ചേർക്കുക, അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ദീൻ അല്ലാഹു തആല പൂർത്തിയാക്കി റസൂലിലൂടെ 23 കൊല്ലം കൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ അടിസ്ഥാന നയങ്ങളെല്ലാം പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ മതത്തിലേക്ക് ഇനി പുതിയതായി കൂട്ടിച്ചേർക്കപ്പെടുക, അതാണ് ബിദ്അത്തുകൾ. അങ്ങനെ കൂട്ടിച്ചേർക്കാൻ ഒരാൾക്കും അനുവാദമില്ല, ആർക്കും അത് അവകാശമില്ല. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്നുവെങ്കിൽ അതൊട്ട് സ്വീകാര്യവുമല്ല എന്നാണ്. അതാണ് ബിദ്അത്ത് എന്ന വാക്ക് കൊണ്ട് മതപരമായി സാങ്കേതികമായി ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൽ ഉള്ള നിയമങ്ങളെ രണ്ടാക്കി നമുക്ക് വേർതിരിക്കാം. ഒന്ന് ഇബാദത്തുകൾ,
മറ്റൊന്ന് മുആമലാത്തുകൾ. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും ഈ വിഷയത്തിൽ അബദ്ധത്തിൽ പോയി ചാടും. ഇബാദാത്ത്, മുആമലാത്ത്. ഒന്ന് ആരാധനാ കർമ്മങ്ങൾ, മറ്റൊന്ന് ക്രയവിക്രയങ്ങൾ. ഇസ്ലാമിൽ രണ്ട് തരത്തിലാണ് മൊത്തം കാര്യമുള്ളത്. ആരാധനാ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖുർആൻ, ദിക്ർ, ദുആ, സ്വലാത്ത് തുടങ്ങി ഇബാദത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അല്ലാഹു തആലക്ക് മാത്രം ചെയ്യിക്കാൻ അനുവാദമുള്ളൂ എന്ന തരത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. ആഘോഷങ്ങൾ അതിൽ വരുന്നതാണ്. ആഘോഷം അത് ഇബാദത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് രണ്ട് പെരുന്നാളെ നമുക്ക് ഈദുള്ളൂ, മൂന്നാമത് ആഘോഷമില്ല എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഇബാദത്തായി വരുന്ന കാര്യങ്ങൾ. മറ്റൊന്ന് മുആമലാത്ത്, ക്രയവിക്രയങ്ങൾ, കച്ചവടങ്ങൾ, കടമിടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, വായ്പകൾ, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ ഇടപാടുകളും മുആമലാത്ത്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രയവിക്രയങ്ങളിൽ ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനം എല്ലാം അനുവദനീയമാണെന്നാണ്. എല്ലാം അനുവദനീയമാണ്. പാടില്ലെങ്കിൽ അത് പ്രത്യേകം എടുത്തു പറയും. പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും എന്നർത്ഥം. അപ്പൊ അവിടെ തെളിവ് ആവശ്യമില്ല. സാധാരണ ഇപ്പൊ ഈ നബിദിനാഘോഷങ്ങൾ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സമ്മേളനം നടത്തുന്നില്ലേ, അതിനെന്താ തെളിവ് എന്ന് ചോദിക്കുക. അത് ഈ ഒരു തത്വം മനസ്സിലാക്കാതെ പോകുമ്പോഴുള്ള ചോദ്യമാണ്. അപ്പൊ ക്രയവിക്രയങ്ങൾ അതിൽ ഏത് നമുക്ക് അനുവദനീയമാണ്. പാടില്ലെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഇപ്പൊ കച്ചവടം, നമ്മൾ പലരും പല കച്ചവടക്കാരാണ്. ഏത് കച്ചവടം ഒരാൾക്ക് ചെയ്യാം. അപ്പൊ ഈ കച്ചവടം പാടുണ്ടെന്ന് ആയത്തുണ്ടോ? ആയത്ത് വേണ്ട. എല്ലാ കച്ചവടം പറ്റും. ഭക്ഷണം, ഏത് ഭക്ഷണം ഒരാൾക്ക് കഴിക്കാം, ഏത് ഭക്ഷണം കഴിക്കാം, എല്ലാം ഹലാലാണ്. അപ്പൊ ഒരാൾ പറയാണ് പന്നി കഴിക്കാൻ പാടില്ല. അവിടെ ചോദിക്കാം തെളിവെന്താണ്? അപ്പൊ തെളിവ് തരും, ആയത്തും ഹദീസും തരും. ആ ശരി, പാടില്ല തെളിവുണ്ട്, അവിടെ ഒഴിവാക്കാം. അപ്പൊ വാർത്തം പറയാം, ശരി പന്നി പാടില്ല ഞാൻ തെളിവ് പറഞ്ഞല്ലോ, എന്നാ കോഴി പാടുണ്ട്, തെളിവെന്താ? ആ ചോദ്യം ന്യായമല്ല. പാടുണ്ട് എന്നൊരു തെളിവ് ആവശ്യമില്ല. മുആമലാത്തിന്റെ കാര്യത്തിൽ പാടില്ല എന്നതിനാണ് തെളിവ് വേണ്ടത്. പാടുണ്ട് എന്ന തെളിവ് ആവശ്യമില്ല. അങ്ങനെ എല്ലാം പാടുള്ളതാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅൻ എന്ന ആയത്താണ് അതിന് ഒരു തെളിവ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാകുന്നു. ഭൂമിയിലെ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ഏത് ഭക്ഷണവും കഴിക്കാം, ഏത് വെള്ളവും കുടിക്കാം, ഏത് വസ്ത്രവും ധരിക്കാം, ഏത് കച്ചവടവും ചെയ്യാം. ഇത്തരം ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ ഏതുമാകാം, അനുവദനീയമാണ്. പാടില്ലെങ്കിൽ അത് തെളിവുണ്ടാകും. പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല, തെളിവുണ്ട്. പുരുഷന്മാർ സ്വർണം ധരിക്കാൻ പാടില്ല, തെളിവുണ്ട്. അതേപോലെ ഞെരിയാൾക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം പാടില്ല, തെളിവുണ്ട്. കച്ചവടങ്ങളാണെങ്കിൽ മദ്യം വിൽക്കാൻ പാടില്ല, തെളിവുണ്ട്. പന്നി മാംസം കഴിക്കാൻ പാടില്ല, തെളിവുണ്ട്. അല്ലാത്തതോ തെളിവില്ലാത്തതോ എല്ലാം ചെയ്യാം. അതാണ് ക്രയവിക്രയങ്ങൾ. ഇബാദത്തിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. ആരാധനാ കർമ്മങ്ങളിലേക്ക് വരുമ്പോൾ തിരിച്ചാണ് വരിക. അതായത് ഏതും പാടില്ല, എല്ലാം ഹറാമാണ്. പാടുണ്ടെങ്കിൽ തെളിവുണ്ടാകും. ഇത് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. മുആമലാത്തുകളിൽ എല്ലാം പാടുണ്ട്, പാടില്ല എന്ന് പറയാൻ തെളിവ് വേണം. ഇബാദത്തുകളിൽ ഒന്നും പാടില്ല, പാടുണ്ട് എന്ന് പറയാൻ തെളിവ് വേണം. നേരെ തിരിച്ച്. ഒരാള് പറയാണ് സുബഹി 3 റക്അത്ത് നിസ്കരിച്ച ഒരാൾ ബോധപൂർവം. അപ്പൊ അയാൾ പറയാം എന്താണ് സുബഹി 3 നിസ്കരിക്കണത്, ഇപ്പൊ 2 ഉള്ളൂ. അപ്പൊ അയാൾ ചോദിക്കാം 3 നിസ്കരിക്കാൻ പാടില്ല, തെളിവുണ്ടോ? ഇല്ല, തെളിവില്ല. അത് തെളിവുണ്ടാകേണ്ട ആവശ്യമില്ല. ഏത് ഇബാദത്തും പാടില്ല. പിന്നെ എന്തിനാണ് സുബഹി നിസ്കരിച്ചത്? തെളിവുണ്ടായതുകൊണ്ട്. എന്റെ 5 വക്ത് നിസ്കരിച്ചു, തെളിവുണ്ടായത് കൊണ്ട്. എന്താ 6ാമത്തെ നിസ്കരിക്കാത്തത്? 6ാമത്തെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇബാദത്തുകളിൽ ചെയ്യേണ്ടത് പഠിപ്പിച്ചതേ ചെയ്യാവൂ, പഠിപ്പിക്കാത്തതും ചെയ്യാൻ പാടില്ല. മുആമലാത്തുകളിൽ ചെയ്യാൻ പറ്റാത്തത് പഠിപ്പിച്ചിരുന്നു, ആ പഠിപ്പിച്ച് ചെയ്യാൻ പറ്റൂല, ബാക്കിയൊക്കെ ചെയ്യാം. ഇബാദത്തുകളിൽ ചെയ്യേണ്ടത് പഠിപ്പിക്കും, പഠിപ്പിച്ചതേ ചെയ്യാവൂ. മുആമലാത്തുകളിൽ ചെയ്യാൻ പാടില്ലാത്തത് പഠിപ്പിക്കും, അത് ചെയ്യാൻ പാടില്ല, ബാക്കി എന്തും ചെയ്യാം.
ഇതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ബിദ്അത്തിനെ മനസ്സിലാക്കാൻ. ബിദ്അത്ത് കടന്നു വരിക ഇബാദത്തുകളിലാണ്. ഇബാദത്തിലാണ് ബിദ്അത്ത് കടന്നു വരിക. അതുകൊണ്ടാണ് ഒരു ബിദ്അത്ത് വരുമ്പോൾ ഇത് തെളിവുണ്ടോ എന്ന് ചോദിക്കണം. ആ ഒരു അസ്ലം നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ടാമത് ബിദ്അത്ത് എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒരു അമൽ ഉണ്ടാക്കലുമാവാം, ഉള്ള ഒരു അമലിന് ഇല്ലാത്ത രൂപവും ഭാവവും നിർമ്മിക്കലുമാവാം. രണ്ടും ബിദ്അത്താണ്. അപ്പൊ ഇല്ലാത്ത ഒരു അമൽ ഉണ്ടാക്കി അത് ബിദ്അത്താണ്. ഒരു പുതിയ നിസ്കാരങ്ങളെ കൊണ്ടുവന്നു, ഒരു പുതിയ നോമ്പ്, ഒരു പുതിയ ദിക്ർ, ഇതൊക്കെ ബിദ്അത്തായി മാറും. അതുകൊണ്ടാണ് ഇപ്പൊ ബറാഅത്ത് നോമ്പ് വരുമ്പോൾ നമ്മൾ പറയും അത് ബിദ്അത്താണ്. അപ്പൊ ഏതെങ്കിലും മുസ്ലിം ചോദിക്കാണ് ഷാബാൻ 15 നോമ്പ് വെക്കാൻ പാടില്ല, തെളിവുണ്ടോ? ആ ചോദ്യം ജഹാലത്താണ്, അറിവില്ലായ്മ കൊണ്ടുള്ള ചോദ്യമാണ്. മെഹ്റാജ് നോമ്പ് ബിദ്അത്ത് നമ്മൾ പറയും, നബിദിനാഘോഷം ബിദ്അത്താണെന്ന് പറയും. എന്തുകൊണ്ട്? അതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പാടില്ല, തെളിവെന്താണ്? പാടുണ്ട്, ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടില്ല, അതേ തെളിവ് പാടില്ല എന്നുള്ളത്. അപ്പൊ ഇല്ലാത്തൊരു ഇബാദത്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ബിദ്അത്താണ്. ഉള്ള ഇബാദത്തിന് ഇല്ലാത്ത രൂപവും ഭാവവും നിശ്ചയിക്കലും ബിദ്അത്താണ്. അതായത് ഇബാദത്തുകളെ അല്ലാഹു തആല 2 തരത്തിലാണ് നിശ്ചയിച്ചത്. ഇബാദത്തുകൾ 2 തരത്തിൽ നിശ്ചയിച്ചു. ചിലതിന് അല്ലാഹു സമയവും എണ്ണവും രീതിയും എല്ലാം അല്ലാഹു നിശ്ചയിച്ചു തന്നു. അതിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് പാടില്ല. സുബ്ഹി 2 റക്അത്താണ്, ളുഹർ 4 റക്അത്താണ്, അസ്ർ 4 ആണ്. ഇതൊക്കെ അല്ലാഹു നിശ്ചയിച്ചതാണ്. ആ സുബ്ഹി കൂട്ടാനും പറ്റില്ല, കുറക്കാനും പറ്റില്ല. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, സുബ്ഹിക്ക് ശേഷം സുന്നത്തില്ല. ളുഹറിന് മുമ്പുണ്ട്, ശേഷമുണ്ട്. അസറിന് മുമ്പുണ്ട്, ശേഷമില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുത്ത് എന്താ പോണം അങ്ങനെ, എന്താ മുമ്പായാലും ശേഷമായാലും എന്താ കുഴപ്പം? അത് പറ്റൂല. ആ മുമ്പ് നല്ല പറഞ്ഞാൽ മുമ്പ് തന്നെ, ശേഷം എന്ന് പറഞ്ഞാൽ ശേഷം തന്നെയാണ്. മുമ്പും ശേഷം വേണ്ട തന്നെ, മുമ്പും ശേഷം വേണം തന്നെ വേണം തന്നെ, അതിൽ മാറ്റമില്ല. അപ്പൊ പ്രത്യേകമായ എണ്ണം, പ്രത്യേകമായ സമയം, പ്രത്യേകമായ ക്രമം, ഇതൊക്കെ നിശ്ചയിച്ചുകൊണ്ട് പഠിപ്പിച്ച ഇബാദത്തുകളുണ്ടാവും. അത് അങ്ങനെ തന്നെ തുടരണം. ആ നിശ്ചയിച്ചതിൽ മാറ്റം വരുത്തിയാൽ അത് ബിദ്അത്തായി മാറും. രണ്ടാമത് പ്രത്യേകമായ എണ്ണമോ സമയമോ നിശ്ചയിക്കാതെ പഠിപ്പിച്ച പൊതുവായ ഇബാദത്തുകളുണ്ടാവും. ഇപ്പൊ നമ്മൾ ഉദാഹരണം നോമ്പ്, തിങ്കളാഴ്ച നോമ്പ് അത് പ്രത്യേകമായി നിശ്ചയിച്ച നോമ്പാണ്. വ്യാഴാഴ്ച നോമ്പ് പ്രത്യേകമായി നിശ്ചയിച്ച നോമ്പാണ്. എന്നാൽ ഒരാൾക്ക് എന്ന് വേണമെങ്കിൽ നോമ്പെടുത്ത് വെച്ചാലോ? നോമ്പെടുക്കാം. പെരുന്നാൾ ദിവസങ്ങളല്ലാത്ത ബാക്കി ഏത് ദിവസത്തിലും ഒരാൾക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം. ഒരാളിങ്ങനെ ഇടവിട്ടിങ്ങനെ നോമ്പ് വയ്ക്കണേ, ഒരു ദിവസം നോറ്റു പിറ്റേന്നില്ല, പിറ്റേന്നില്ല. ഏറ്റവും അഫ്ളലായ നോമ്പ് അതാണ്. ദാവൂദ് നബിയുടെ നോമ്പാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നോമ്പ്. യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ. ദാവൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ പകുതി കാലം നോമ്പുറ്റാറാണ്. ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേ നോമ്പില്ല, പിറ്റേ നോമ്പുണ്ട്, പിറ്റേ നോമ്പില്ല. റമദാൻ മാസം അല്ല കേട്ടോ, ഞങ്ങളെ കേട്ടിട്ട് പോണ്ട. ജീവിതത്തിലുടനീളം ആയുസിന്റെ പകുതി കാലം നോമ്പ് നോറ്റ നബിയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ആ നോമ്പാണ്. അപ്പൊ അത് ഒരാൾക്ക് സ്വതന്ത്രമായി ചെയ്യാൻ പറ്റും. അത് പ്രത്യേക ദിവസമൊന്നുമില്ല, ഒരാൾക്ക് എന്ന് വേണമെങ്കിൽ നോമ്പെടുക്കാം. ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഖുർആൻ ഓതാം. പ്രത്യേകമായ സമയമോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. എപ്പോ വേണമെങ്കിൽ ഖുർആൻ ഓതാം. ഇപ്പൊ ഇന്ന് രാവിലെ ഒഴിവാണ്, മുസാഫിച്ച് അങ്ങനെ ഓതി, 1 ദിവസമോ 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ ഖത്തം ഫുള്ള് തീർക്കാൻ പറ്റുമോ? അങ്ങനെ ഇരുന്ന് ഓതി, ക്ഷീണം തോന്നി നിർത്തി, വിരോധമില്ല. പ്രത്യേകമായ സമയം നിശ്ചയിക്കാതെ അള്ളാഹു പൊതുവായി വെച്ച ഇബാദത്ത് ദിക്ർ ബാക്കി എത്രയും ചെല്ലാം, എപ്പോഴും ചെല്ലാം, ഏതും ചെല്ലാം. അള്ളാഹു പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതൊക്കെ ചെല്ലാം. പക്ഷെ പഠിപ്പിച്ചതിന്റെ രൂപത്തിലേക്ക് മറ്റേ മാറ്റാൻ പറ്റുന്നത്. സ്വലാത്ത് ഒരാൾക്ക് എപ്പോഴും സ്വലാത്തല്ല. അപ്പൊ പ്രത്യേകമായി പഠിപ്പിച്ചു കൊണ്ടുവന്ന ഇബാദത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. സവിശേഷത കൽപ്പിക്കാതെ പറഞ്ഞ ഇബാദത്തുകളിൽ നമ്മുടെ വക സവിശേഷത വെക്കാനും പാടില്ല. സവിശേഷത കൽപ്പിക്കാതെ പഠിപ്പിച്ച ഇബാദത്തിൽ നമ്മുടെ വക സവിശേഷത വെക്കാനും പാടില്ല. അപ്പൊ എപ്പോ വേണേ ഖുർആൻ ഓതാം, എല്ലാ സമയത്തും എങ്ങനെയും ഓതാം. പക്ഷെ ഒരാൾ പറയാണ് ഞായറാഴ്ച രാവിലെ സുബഹിക്ക് ശേഷം 1 മണിക്കൂർ 2 ജുസ് ഖുർആൻ ഓതൽ സുന്നത്താണ് എന്ന് പറഞ്ഞാലോ വിദഅത്തായി മാറും. കാരണം എന്താ? അയാൾ ചോദിക്കുക എന്താ എപ്പോഴും ഓതാം നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ എന്താ നാളെ ചോദിക്കൂടെ? നാളെ ചോദാം, നാളെ രാവിലെ ഓതിക്കൂടെ? ഓതാം. പിന്നെ എന്താ വിദഅത്തായത്? ആ സമയത്ത് ഓതൽ സുന്നത്താണ് എന്ന് വരുമ്പോൾ അല്ലാഹു റസൂൽ നിശ്ചയിക്കാത്ത സവിശേഷത ഇവൻ നിശ്ചയിച്ചു.
അത് ആപേക്ഷികമായ ബിദ്അത്താണ്. അമലിന്റെ അസ്ല് ബിദ്അത്തല്ല. ഖുർആൻ ഓതുക എന്ന അസ്ല് അവിടെ ബിദ്അത്തല്ല. പക്ഷെ ആപേക്ഷികമായി അത് ബിദ്അത്തായി ഇപ്പോൾ മാറി. ഇമാം ഷാത്തിബി റഹിമഹുള്ളാഹ് അതിന് അൽ ബിദ്അഉൽ ഇളാഫി എന്നാണ് പേര് വെച്ചത്. ആപേക്ഷിക ബിദ്അത്ത്, യഥാർത്ഥ ബിദ്അത്ത്. യഥാർത്ഥ ബിദ്അത്ത് എന്നാൽ ഇല്ലാത്ത ഒരു അമലിനെ ഉണ്ടാക്കി കൊണ്ടുവരിക. ആപേക്ഷിക ബിദ്അത്ത് എന്നാൽ ഉള്ള ഒരു അമലിന് തന്നെ ഇവന്റെ വക സമയമോ സ്ഥലമോ പ്രത്യേകമായ സവിശേഷതയോ എണ്ണമോ ഒക്കെ നിശ്ചയിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവാം, നമുക്ക് സമയം നിശ്ചയിക്കാൻ പാടില്ലേ? സമയം നിശ്ചയിക്കാൻ പാടുണ്ട്. സമയം നിശ്ചയിക്കാൻ പാടുണ്ട്. കാരണം എന്താ, നമ്മളിപ്പോ ഈ ക്ലാസ് സമയം നിശ്ചയിച്ചില്ലേ? ഈ ക്ലാസ് സമയം നിശ്ചയിച്ചല്ലോ. നമ്മൾ നേരത്തെ നിശ്ചയിച്ചു, പ്രഖ്യാപിച്ചു, ഞായറാഴ്ചയായിരിക്കും രാവിലെ 7 മണിക്ക് തുടങ്ങും എന്നൊക്കെ നമ്മൾ നിശ്ചയിച്ചു. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന 1 മണിക്കൂറാണ്, ദിവസം വെച്ചു, സമയമൊക്കെ നിശ്ചയിച്ചു. അപ്പൊ വിദ്യാർത്ഥിയാകുമോ? ഇല്ല. എന്താ വ്യത്യാസം? ഈ സമയം നിശ്ചയിച്ചത് സൗകര്യം മാത്രം പരിഗണിച്ചുകൊണ്ടാണ്, സവിശേഷത പരിഗണിച്ചുകൊണ്ടല്ല. നമുക്ക് എല്ലാവർക്കും സൗകര്യം ഞായറാഴ്ചയാണ്. കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ല, സ്കൂളിൽ ക്ലാസ് ഒഴിവാണ്, നമ്മളൊക്കെ പൊതുവെ ഫ്രീ ആണ്. അപ്പൊ ഞായറാഴ്ച ആക്കാം. കഴിഞ്ഞ മാസം നമ്മൾ ഞായറാഴ്ച രാത്രി നടത്തി. ഈ ഞായറാഴ്ച ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി രാത്രിയേക്കാൾ സൗകര്യം രാവിലെയാണ്. ശരി, രാവിലെ ആക്കാം. അത് സൗകര്യം മാനിച്ചുള്ള സമയക്രമീകരണമാണ്. എന്നാൽ രണ്ടാമത്തെ ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ നടത്തൽ പ്രത്യേകമായ പുണ്യമാണ് എന്നാണോ? എങ്കിൽ ഇതും വിദേഹത്തായി മാറും. അപ്പൊ സമയം നിശ്ചയിക്കുക, എണ്ണം നിശ്ചയിക്കുക എന്നതൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണെങ്കിൽ ആവാം, വിരോധമില്ല. കാരണം സമയം നിശ്ചയിക്കാതെ ഒരു കാര്യം നടക്കൂലല്ലോ. സമയം നിശ്ചയിക്കാൻ ഒന്നും നടക്കുമ്പോ ഖുർആൻ ക്ലാസ് വെക്കുകയാണ്, സമയം നിശ്ചയിക്കേണ്ടി വരും. ഇങ്ങനത്തെ ഒരു പ്രഭാഷണം വെക്കുകയാണ്, നമ്മൾ സമയം നിശ്ചയിക്കും, ഡേറ്റ് നിശ്ചയിക്കും, നോട്ടീസ് അടിക്കും, ജനങ്ങൾക്ക് അറിയിക്കും. എന്നാലും വിദേഹത്തിന് പറയില്ല. അതാണ് സമ്മേളനമൊക്കെ. കൊല്ലത്തില് വാർഷികം. അപ്പൊ എല്ലാ കൊല്ലം നടത്തുന്ന സുന്നത്താണെന്നാണോ? അങ്ങനെയാണ് ഈ വിദേഹത്തായി മാറും. സൗകര്യം മാനിച്ചുകൊണ്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം, ഒരു കൊല്ലം തികയുമ്പോ ഒരു പ്രോഗ്രാം, എന്തിന്? ഒരു പബ്ലിസിറ്റി. അതിന്റെ ഭാഗമായി കുറെ നന്മകൾ നടക്കും, കുറെ ദഅവത്ത് നടക്കും, കുറെ കാര്യങ്ങൾ നടക്കും. സൗകര്യമാണ്, ആവാം, വിരോധമില്ല. എന്നാൽ സവിശേഷത കൽപ്പിച്ചുകൊണ്ടാണെങ്കിലോ അതും വിദഅത്തായി മാറും. അപ്പൊ 2 രൂപത്തിൽ ഇബാദത്തുണ്ട്. മൊത്തം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെ മുഴുവൻ കാര്യങ്ങളെയും പരിഗണിക്കുമ്പോൾ 2 തരം കാര്യങ്ങളുണ്ട്. ഒന്ന് ഇബാദത്തുകള്, മറ്റൊന്ന് മുആമലാത്ത്. ഇബാദത്തിന്റെ അസ്ല് മൻആണ്, പാടില്ലാത്തതാണ്. അള്ളാഹു എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് മാത്രമേ ചെയ്യാവൂ. എന്നാൽ മുആമലാത്തിന്റെ അസ്ല് ജായിസാണ്. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ അത് ഒന്നും പാടില്ല, ബാക്കിയെല്ലാം ചെയ്യാം. ഇബാദത്തുകൾ 2 തരമാണ്. ഒന്ന് അള്ളാഹു പ്രത്യേകമായ സമയവും രീതിയും എണ്ണവും എല്ലാം വെച്ചുകൊണ്ട് അള്ളാഹു റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ, അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. അതിൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ സ്വലാത്ത് ചെല്ലുമ്പോൾ സയ്യിദിനെ കൂട്ടും നമ്മൾ പറയാൻ പാടില്ല പറയും. അതെന്താ? അത് നബി പഠിപ്പിച്ച സ്വലാത്തിൽ കൂട്ടാൻ പറ്റൂല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് നബി പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ പറയാ, അത് ശരിയായില്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വേണം. അത് പറ്റില്ല. അള്ളാഹും റസൂലും ഒരു വാചകം തന്നാൽ ആ വാചകം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. എന്നാ ഉലാഹം തോന്നല്ലോ അഷ്ഹദു അന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് ബാങ്ക് കൊടുക്കാമോ? ഇല്ല. അപ്പൊ ഒരു പ്രത്യേക വാചകം തന്നെ പഠിപ്പിച്ചാൽ ആ വാചകം അങ്ങനെ തന്നെ ഉപയോഗിക്കണം. അതിന് പിന്നെ കൂട്ടാൻ പറ്റില്ല. എന്നാ അതൊന്നും അല്ലാത്ത സ്വലാത്താണ്, നബി പഠിപ്പിക്കാത്ത സ്വലാത്ത് ഒരാൾ സ്വീകരിക്കുകയാണ്, അവിടെ സയ്യിദിന പറ്റുമോ? പറ്റും. ഒരാൾ പറഞ്ഞു അല്ലാഹു സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്, തെറ്റാണോ? അല്ല. അപ്പൊ ആ സ്വലാത്ത് റസൂൽ പഠിപ്പിച്ചതാണോ? അല്ല. റസൂൽ പഠിപ്പിക്കാത്ത സ്വലാത്ത് പറ്റുമോ? പറ്റും. ഏതുപോലെ അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത പ്രാർത്ഥന പറ്റുമോ? പറ്റും. അപ്പൊ നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ലേ? 5 വക്ത് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കലുണ്ട്, അല്ലാതെയും പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനയാണോ? അല്ല. നമ്മൾ സ്വയം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് പറയുന്ന കുറെ പ്രാർത്ഥനയുണ്ട്. ചിലപ്പോ ഒരു ദുആ നമ്മള് 10 കൊല്ലമായി മുടങ്ങാതെ ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു പക്ഷേ 10 15 കൊല്ലമായി അല്ലെങ്കിൽ ജീവിതകാലത്ത് മുഴുവൻ നമ്മൾ പക്ഷെ മുടങ്ങാതെ എന്നും നിർവഹിച്ചു പോരുന്ന പ്രാർത്ഥന. അതുകൊണ്ട് വിദേഹത്താകുമോ? ഇല്ല. പക്ഷെ അതിന് സവിശേഷത കൽപ്പിച്ചാലോ അതും വിദേഹത്താവും. നമ്മൾ ദുആ ഉണ്ടാക്കി, നമുക്ക് ബുദ്ധിമുട്ട് വന്നു, ആ ബുദ്ധിമുട്ട് തീരാൻ നമ്മൾ റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്നും നമ്മളത് പ്രാർത്ഥിക്കും. അവസാന ബുദ്ധിമുട്ട് മാറി.
അപ്പൊ നമ്മൾ പറയാണ് ഈ ബുദ്ധിമുട്ടാക്കി ഉണ്ടായാൽ ഈ ദുആ നിർവഹിച്ചാൽ മതി. അത് പറ്റില്ല. അപ്പൊ അത് മതത്തിന്റെ ഭാഗമാക്കി മാറ്റി വന്നു, അവിടെ ബിദ്അത്തായി മാറി. എന്നാൽ ഒരാൾക്ക് പറയാം ഞാൻ എനിക്ക് പ്രശ്നം, ഞാൻ ഇങ്ങനെ തോന്നുന്നു, എനിക്കത് മാറി. കേട്ട ഒരാൾ അയാളും അതേപോലെ തോന്നുന്നു, പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഈ ആവശ്യത്തിന് ഈ ദുആ മതി എന്ന് പറയുമ്പോഴോ അത് ശരീഅത്തിന്റെ മതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു. എന്ന പോലെ സ്വലാത്ത് ഒരാൾക്ക് അല്ലാഹുവിനെ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണമെന്നുള്ള മലയാളത്തിൽ പറഞ്ഞു. സ്വലാത്തല്ലേ? സ്വലാത്താണ്. അബ്ബിനി മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണമെന്ന് ഒരാൾ തേടിയാൽ അത് സ്വലാത്താണ്. ആ സ്വലാത്തിന് കൂലി കിട്ടുമോ? കിട്ടും. അപ്പൊ അള്ളാഹു മുസ്ലിം പഠിപ്പിക്കുന്ന സ്വലാത്ത് പറ്റുമോ? പറ്റും. പക്ഷെ ഈ സ്വലാത്ത് രാവിലെ ചെല്ലണം, അല്ലെങ്കിൽ വൈകുന്നേരം ചെല്ലണം, തിങ്കളാഴ്ച സ്വലാത്ത്, വ്യാഴാഴ്ച സ്വലാത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാലോ അത് ബിദ്അത്തായി മാറി. എന്നാൽ അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച സ്വലാത്തിലോ അവിടെ പിന്നെ നമുക്ക് കൈവെക്കാൻ അധികാരമില്ല. ഹദീസിന് വന്ന സ്വലാത്ത് അതിൽ നമ്മളെ കൂട്ടുക അത് പറ്റൂല. അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം ബിദ്അത്തുകൾ ഇപ്പോഴുണ്ട്. ഇല്ലാത്ത കുറെ നോമ്പുണ്ടായി വന്നു, അവയെല്ലാം ബിദ്അത്തുകളാണ്. ഇല്ലാത്ത കുറെ നിസ്കാരങ്ങൾ വന്നു, അതെല്ലാം ബിദ്അത്തുകളാണ്. ഇല്ലാത്ത കുറെ ദിക്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അത് സവിശേഷ കൽപ്പിച്ചു. നമ്മൾക്ക് വീട്ടിൽ സ്ത്രീകൾക്ക് പൊതുവെ ഉപയോഗിക്കുന്ന ഒരുപാട് ഏടുകളുണ്ട്. ഈ ഏടുകളിലൊക്കെ കാണാം രാവിലെ ചൊല്ലേണ്ട ദിക്റ്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റ്, ഞായറാഴ്ച ചൊല്ലേണ്ട ദിക്റ്, തിങ്കളാഴ്ച ചൊല്ലേണ്ട ദിക്റ്, ഇങ്ങനെ കുറെ ദിക്റുകൾ. അങ്ങനെ ഒരു സമയവും സ്ഥലവും നിശ്ചയിക്കുന്നതോടുകൂടി തന്നെ അത് ബിദ്അത്തായി മാറി. ഹദ്ദാദ് ഒരുപക്ഷെ അതിന്റെ വരികളിൽ ഒന്നിൽ പോലും ശിർക്കായ ആശയമില്ല. ഹദ്ദാദ് തെറ്റായ ആശയമില്ല. അതിലെ ഒരു 80% ദിക്റുകളും ഹദീസിൽ വന്ന ദിക്റാണ് താൻ. അത് ഒരാൾ ക്രോഡീകരിച്ചതാണ്. കുറച്ച് ഇല്ലാത്ത അയാൾ വക ഉണ്ടായി, ബാക്കി ഹദീസിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഓരോന്നിനും അദ്ദേഹം ഒരു എണ്ണം വെച്ചു. ചിലത് 3 പ്രാവശ്യം, ചിലത് 7 പ്രാവശ്യം, ചിലത് 11 പ്രാവശ്യം, ചിലത് 100 പ്രാവശ്യം, ഇങ്ങനെയൊക്കെ ഒരു തർത്തീബുണ്ടാക്കി. അതോടുകൂടി അത് ബിദ്അത്തായി മാറി. ഇപ്പോൾ ചോദിക്കുക ഹദ്ദാദിൽ ഇപ്പൊ എന്താ തെറ്റ്, അല്ലെങ്കിൽ ഏത് ദിക്റാ പാടില്ലാത്തത്, അത് ശിർക്കുണ്ടോ? ശിർക്കില്ല. അതിൽ ഓരോ ദിക്റും ഈ ദിക്ർ ഹദീസിലില്ലേ, ഈ ദിക്ർ ഹദീസിൽ വെച്ചാൽ പല ദിക്റും ഹദീസിലും ഉണ്ട്. പക്ഷേ 2 കാരണം. ഒന്ന്, ഹദീസിൽ വരാത്ത ദിക്റും അതിലുണ്ട്. അതിനേക്കാളേറെ ഹദീസിൽ വന്നതാവട്ടെ വരാത്തതാവട്ടെ ആ ഓരോന്നിനും പ്രത്യേകമായ പിന്നെ എണ്ണം വെച്ചു, ആ ഓരോന്നും പ്രത്യേകമായ മഹത്വം പറഞ്ഞു, അതിന് പ്രത്യേകമായ സമയം വെച്ചു. അതോടുകൂടി ബിദ്അത്തായി മാറി. അതൊന്നുമല്ല, ഹദീസിൽ വന്ന ദുആകൾ പഠിച്ചു, ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോയി, നല്ല കാര്യമാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഹദ്ദാദ് റാത്തീബുകള് ഒരുപാട് സ്വലാത്ത്, നാഡിയ സ്വലാത്ത് 600 കൊല്ലം മുമ്പ് ഉണ്ടാക്കപ്പെട്ട സ്വലാത്താണ്. 600 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയെന്നുള്ളത് മാത്രം തെറ്റാവില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രത്യേകമായ ഓർഡർ വെച്ചു, അതിന് പ്രത്യേകമായ കൂലി പറഞ്ഞു. നാഡിയ സ്വലാത്ത് ചുരുങ്ങിയത് 11 വട്ടം ചൊല്ലണം എന്നാണ് നിയമം വെച്ചത്. 11 വട്ടം ചൊല്ലിയാൽ ആകാശഭൂമികൾ അവന് റിസ്ക് ചൊരിഞ്ഞു കൊടുക്കുമെന്നാണ് അതിന്റെ മഹത്വം പറഞ്ഞത്. പിന്നെ 11 വട്ടം 33 പ്രാവശ്യമാണ്, പിന്നെ 100 പ്രാവശ്യമാണ്, പിന്നെ 300 പിന്നെ 1000 പിന്നെ 4444 തവണയാണ്. 4444 തവണ ചൊല്ലിയാൽ അവന്റെ എല്ലാ ബുദ്ധിമുട്ടും തീരും എന്നാണ് അതിന്റെ ഓഫറായി രേഖപ്പെടുത്തി വെച്ചത്. അങ്ങനെ വരുമ്പോൾ അത് ബിദ്അത്തായി മാറി. അതോടൊപ്പം അതിൽ നബിയിലേക്ക് പല നിഅമത്തിനെയും ചേർത്തി പറയുന്നുണ്ട്. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നിഅമത്തിനെ നബിയിലേക്ക് ചേർത്തി പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ശിർക്കായി മാറുകയും ചെയ്യും. അപ്പോ ദിക്റുകൾ, സ്വലാത്തുകൾ, ദുആകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഏതും പ്രാർത്ഥിക്കാം, എത്രയും പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു ദുആ ഒരാൾ ഉണ്ടാക്കുകയും ആ ദുആ രാവിലെ ചൊല്ലണം, വൈകുന്നേരം ചൊല്ലണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചൊല്ലണം, ആ സമയത്ത് ചൊല്ലിയ ഇത്ര കൂലിയുണ്ട് എന്ന് പറയുന്നതോട് കൂടി അത് ബിദ്അത്തായി മാറും. അതും സമൂഹത്തിൽ വ്യാപകമായി കടന്നു വന്നിട്ടുണ്ട്. അതേപോലെ ആഘോഷങ്ങളുടെ അസ്ല് ഇബാദത്തിലേക്കാണ് പോകുന്നത്. ആഘോഷം എന്നത് തഅലീമാണ്. ആഘോഷം 2 രൂപത്തിൽ വരും. സ്ഥലവുമായി ബന്ധപ്പെട്ട ആഘോഷം വരും, ദിവസവുമായി ബന്ധപ്പെട്ട ആഘോഷം വരും. 2 തരം ആഘോഷമാണ്. ഒരു സ്ഥലത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ആ സ്ഥലം ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റും. മറ്റൊന്ന് ഒരു സമയത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ആ സമയം ഒരു ആഘോഷവേളയാക്കി മാറ്റും. ഇങ്ങനെ 2 തരം ആഘോഷങ്ങൾ വരും. സ്ഥലത്തിലും സമയത്തിലും ഏതിനെല്ലാം പ്രത്യേകതയുണ്ട് എന്ന് പറയേണ്ടത് അള്ളാഹുവാണ്, റസൂലാണ്. കാരണം എല്ലാ സ്ഥലവും പഠിച്ചത് അള്ളയാണ്, എല്ലാ സമയത്തെയും പഠിച്ചത് അള്ളാഹുവാണ്.
അതുകൊണ്ട് ഏത് സമയമാണ് മഹത്വമുള്ളത്, ഏത് സ്ഥലമാണ് മഹത്വമുള്ളത് അള്ളാഹു പറയാം. ഈ പറഞ്ഞാൽ തന്നെ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം അള്ളാഹു പറയാം. അപ്പൊ വെള്ളിയാഴ്ച മഹത്വമാണ്, അത് അള്ളാഹു നിശ്ചയിച്ചു, അള്ളാഹു പഠിപ്പിച്ചു റസൂലിലൂടെ. ഇത് നമ്മൾ എന്തു വേണമെന്ന് അതും റസൂൽ പഠിപ്പിച്ചു തരണം. റമദാൻ മഹത്വമുണ്ട്, ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. അന്ന് എന്തു വേണം അള്ളാഹു റസൂലും പറഞ്ഞു തരണം. അതുകൊണ്ടാണ് ആഘോഷങ്ങൾ ഇബാദത്താണെന്ന് പറയാൻ കാരണം. അപ്പൊ ഒരു സ്ഥലത്ത് പ്രത്യേകത, ആ സ്ഥലത്ത് വെച്ചൊരു ആഘോഷം ഉണ്ടാകണമെങ്കിൽ അത് അള്ളാഹ് നിശ്ചയിക്കാം. ഒരു സമയത്തിന് സവിശേഷത കൽപ്പിച്ചുകൊണ്ട് ആ സമയം മഹത്വമാണ്, അതുകൊണ്ട് ആ സമയം ആ ദിവസം ആഘോഷമാകണം, അത് അള്ളാഹ് പറയണം. അങ്ങനെ അള്ളാഹ് പറഞ്ഞ രണ്ടാഘോഷമാണ്, ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും. പിന്നെ വേണമെങ്കിൽ ജുമാ ദിവസത്തെ പറ്റി പറയാം, ഈദുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഈദ് എന്ന് വെള്ളിയാഴ്ചയെ പറ്റി ഹദീസിൽ വന്നിട്ടുണ്ട്, അതും പറയാൻ വേണമെങ്കിൽ. ഇതല്ലാതെ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് നബിയുടെ 12 നബി ജനിച്ച ദിവസമല്ലേ, അപ്പൊ അന്ന് ആഘോഷിക്കേണ്ടതല്ലേ, അങ്ങനെ ആഘോഷം ഉണ്ടാക്കി. അത് പറ്റില്ല, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാക്കുന്നതോട് കൂടി അള്ളാഹു പ്രത്യേകത കൽപ്പിക്കാത്ത ദിവസത്തിന് നമ്മൾ പ്രത്യേകത കൽപ്പിക്കലായി മാറി. ഇനി നബി ജനിച്ച ദിവസം കൂട്ടാം, അവർ പ്രത്യേകത ഉണ്ട് വെക്കുക, എന്നാൽ പോലും ആഘോഷിക്കുക അള്ളാഹു റസൂൽ പറയാത്ത കാലത്തോളം ആഘോഷ ബിദ്അത്തായി മാറി. അതുകൊണ്ടാണ് നബിയുടെ ആഘോഷം ബിദ്അത്ത് നമ്മൾ പറയുന്നത്. പ്രത്യേകമായ ദിവസങ്ങൾക്ക് നമ്മുടെ ആളുകൾ ആഘോഷമായി മാറുന്നു. മിഅ്റാജ് നോമ്പ്, അവിടെ 2 തരം വരുന്നുണ്ട്. മിഅ്റാജ് നബിതങ്ങൾ പിന്നെ ആകാശയാത്ര ചെയ്ത സംഭവമാണ് മിഅ്റാജ്. അത് നടന്ന ദിവസം സവിശേഷത കൽപ്പിച്ചുകൊണ്ട് അന്ന് പ്രത്യേകമായ ആഘോഷമായി ആചരിക്കപ്പെടേണ്ട ദിവസമാണോ? ആണെങ്കിൽ അള്ളാഹു റസൂലും പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അപ്പൊ അത് ബിദ്അത്തായി മാറി. ഇനി അന്ന് പ്രത്യേകം നോമ്പ് നോക്കണം, അള്ളാഹു റസൂലും പറയണം, അത് പറഞ്ഞിട്ടില്ല, അപ്പൊ അതും ബിദ്അത്തായി മാറി. ഇപ്പൊ നമ്മുടെ നാടുകളിൽ മിഅ്റാജ് രാവിലെ ദുആ സമ്മേളനം എന്ന് പറഞ്ഞ് ചെമ്മാടും പല മേൽമുടിയിലുമൊക്കെ പ്രത്യേകമായ ദുആ സമ്മേളനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് മറ്റൊരു ബിദ്അത്താണ്, അത് ആഘോഷത്തേക്ക് പോണ്. ഇപ്പൊ മുഹറം 10 ഷിയാക്കൾ ആഘോഷിക്കുന്നു. മുഹറം 10 ഹുസൈൻ കൊല്ലപ്പെട്ട ദിവസം എന്ന് പറയുന്നു. അന്ന് ആഘോഷമാക്കി മാറ്റുന്നു. കാരണം ആ ദിവസം അവരെ സംബന്ധിച്ച് മഹത്വമുള്ള ദിവസമാണ്, ഒരു സവിശേഷമുള്ള ദിവസമാണ്, അന്ന് ആഘോഷിക്കേണ്ട ദിവസമാണ്. ദുഃഖമാചരിക്കും, ആഘോഷമല്ല, ദുഃഖമായി ആചരിക്കും, അതും പാടില്ല. അപ്പോൾ ഒരു ദിവസത്തിന്, ഒരു സമയത്തിന്, ഒരു സ്ഥലത്തിനെല്ലാം സവിശേഷതയുണ്ടെന്ന് വെച്ച് ആ സ്ഥലത്ത് ആഘോഷമാക്കി മാറ്റുക എന്നത് അള്ളാഹു റസൂലോ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അത് പഠിപ്പിക്കാത്തത്തോളം കാലം അങ്ങനെ കൊണ്ടുവന്നാൽ അത് ബിദ്അത്തായി മാറി. അത് നല്ല ബിദ്അത്ത് പേരിട്ടതുകൊണ്ട് ബിദ്അത്തല്ല. നല്ല ബിദ്അത്ത് എന്നത് ദീനിലില്ല. ദീനിൽ വരുന്ന ഏത് ബിദ്അത്തും ചീത്തയായ ബിദ്അത്താണ്, മോശമായ ബിദ്അത്ത്, നല്ല ബിദ്അത്തില്ല. അത് പിൽക്കാലത്തിലെ പണ്ഡിതന്മാർ ബിദ്അത്തിന്റെ ആശയത്തിലേക്ക് കുറച്ചുകൂടി വിശാലാർത്ഥം കാണിച്ചുകൊണ്ട് അതിനെ വിവരിച്ചിട്ടുണ്ട്. അവർക്കത് ന്യായവും ഉണ്ടാകാം. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ബിദ്അത്തുകളെല്ലാം മോശമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനാൽ ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും അത് ബിദ്അത്ത് ആവാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുക. ദീനിന്റെ അസ്ൽ നമ്മൾ പഠിക്കുക, സുന്നത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചും കേട്ടും പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അനിവാര്യമായ വല്ലതും ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം, അറിയുമെങ്കിൽ മറുപടി നൽകാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറ. ചോദിക്കാനുള്ളവർ കൈപൊക്കുക, അവർക്ക് മൈക്ക് ഓണാക്കി തരും, അവർക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഇപ്പൊ നമ്മള് നബിദിനാഘോഷത്തിന്റെ കാര്യം പറയുമ്പോഴേ, അപ്പൊ അവര് നബി ചെയ്യാത്തത് നമ്മൾ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഖുതുബയിലെ സലാത്തിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ നമ്മള് അത് അതായത് പിന്നെ നബിദിനായിട്ട് ബന്ധപ്പെട്ട് അവരോട് തെളിവ് ചോദിക്കുമ്പോ പ്രവാചകൻ ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അവർ പറയാൻ വേണ്ടി ഖുതുബയിലെ സലാത്തിനെ കുറിച്ച് അവർ പറയാറുണ്ട്. അപ്പോ ഈ ഖുതുബയിലെ സലാത്ത് നബി ചൊല്ലിയിട്ടില്ല എന്ന് നമ്മള് നബി ചൊല്ലിയിട്ടുണ്ട് എന്ന് മറുപടികളിൽ പറയുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അത്തരം ലഫ്ലുകൾ പ്രവാചകൻ ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ഒരു കർമ്മം തന്നെ പ്രവാചകൻ ചെയ്തിട്ടില്ല എന്നാണ്, അതോ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണോ, എങ്ങനെയാണ് അത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്?
ഖുത്ബയിലെ സ്വലാത്ത്. അതില് പിന്നെ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സദസ്സിലും സ്വലാത്ത് നബി നിർവഹിക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. ഏത് സദസ്സിലും ഹംദും സ്വലാത്തും വേണം എന്ന് നബി പൊതുവായി പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ അതിൽ പെട്ടു സ്വലാത്തും ഖുത്ബയും. എല്ലാ മജ്‌ലിസിലും ഏത് മജ്‌ലിസ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഹംദും സ്വലാത്തും വേണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് അവർക്ക് ഖേദമായി മാറും എന്ന ഹദീസ് വന്നിട്ടുണ്ട്. അത് പ്രകാരം അതിന്റെ ഭാഗമാണ് ജുമാ ഖുത്ബ. ഒന്ന്. രണ്ട്, സ്വഹാബിമാർ ജുമാ ഖുത്ബയിൽ സ്വലാത്ത് ചൊല്ലിയതിന് പ്രത്യേകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിനെ പോലുള്ള ഖലീഫമാരൊക്കെ മിമ്പറിൽ വെച്ച് ഖുത്ബയിൽ തന്നെ സ്വലാത്ത് നിർവഹിച്ചു എന്ന് പ്രത്യേകമായി വന്നിട്ടുണ്ട്. അതും തെളിവാണ്. മൂന്നാമത്, മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ആണ്. മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആയി സ്വീകരിച്ചു പോകുന്ന കാര്യമാണ് ഖുത്ബയിൽ സ്വലാത്ത് വേണം. അപ്പൊ അത് ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടു വന്നു. അപ്പൊ നബിയുടെ ഖൗലിന്റെ പിൻബലമുണ്ടായി, സ്വഹാബിമാരുടെ ചെയ്തിയുടെ പിൻബലമുണ്ടായി, മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇന്റെയും പിൻബലമുണ്ടായി. ആ മൂന്ന് നിലക്കും ഇത് സുന്നത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിലൊക്കെ ഇത് നിർബന്ധമാണ് എന്ന് പോലും അഭിപ്രായം വന്നത്. ഖുത്ബയിൽ സ്വലാത്ത് ഫർളാണ്, ഇല്ലെങ്കിൽ ഖുത്ബ ബാത്തിലാകും എന്ന് വരെ ഷാഫി മദ്ഹബിൽ പറയാൻ ഈ വക ന്യായങ്ങളാണ് അതിൽ തെളിവായി പറയുന്നത്. അല്ലാഹ് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. എനിക്ക് ചോദിക്കാനുള്ളത്, നബിദിനം ബിദ്അത്താന്ന് നമ്മൾ പറയുന്നു, അതിന് പ്രതിഫലം കിട്ടും എന്നുള്ള നിലക്കാണ് അവർ ചെയ്യുക എന്നുള്ളതിനാണ് അത് ആഘോഷിക്കുന്നത് ബിദ്അത്താണെന്ന് പറയുന്നത്. പ്രതിഫലം കിട്ടും എന്ന് പറയുമ്പോഴാണ് ബിദ്അത്താകുന്നത്. അതുപോലെ ഇപ്പൊ ഒരു പുതിയ ആചാരം ഇപ്പൊ കല്യാണത്തിലൊക്കെ നമ്മൾ തുടങ്ങി കാണുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് സ്റ്റേജിൽ വെച്ച് ഭാര്യയും ഭർത്താവും കൂടി നിക്കാഹ് കഴിഞ്ഞ ആൾക്കാർ കേക്ക് മുറിക്കുക, ഇതേമാതിരിയുള്ള കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് നമ്മളെ ആൾക്കാരെ ചെയ്യുന്നുണ്ട്. അതായത് മുജാഹിദാണ് എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതൊരു സന്തോഷം പ്രകടിപ്പിക്കലല്ലേ ആവുള്ളൂ. ഇതിൽ എന്തെങ്കിലും ബിദ്അത്തുണ്ടോ, അതോ ഭാവിയിൽ ബിദ്അത്തായി മാറാൻ സാധ്യത ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇത് ബിദ്അത്തിന്റെ വശത്തിലേക്ക് ഇപ്പോൾ ഇതെന്നാലും വരുന്നില്ല. ബിദ്അത്ത് നേരത്തെ പറഞ്ഞ മതത്തിന്റെ ഭാഗമായി വരുമ്പോഴാണ് ബിദ്അത്തായി മാറുക. അതുകൊണ്ട് ബിദ്അത്ത് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം അതൊരു സംസ്കാരമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അത് മറ്റേതെങ്കിലും മതസ്ഥർ ഔദ്യോഗികമായ സംസ്കാരമായി സ്വീകരിക്കുന്നുവെങ്കിൽ അത് ഹറാമായി മാറും. അത് കേൾക്കുന്ന ഏതാണെങ്കിലും. അപ്പൊ ഏതെങ്കിലും ഒരു മതവിഭാഗം അവരുടെ ഒരു ആചാരമോ അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായോ സ്വീകരിച്ചു പോകുന്ന രീതിയാണെങ്കിൽ അവരോടുള്ള മുഷാബഹത്ത്, സാദൃശ്യപ്പെടുക എന്ന തലത്തിൽ നിൽക്കുമ്പോൾ അത് പാടില്ല, ഹറാമായി മാറും. അതുകൊണ്ട് തന്നെ ഇപ്പൊ കേക്ക് മുറിക്കൽ, മെഴുകുതിരി കത്തിക്കൽ, അതൊക്കെ പൊതുവെ ക്രിസ്ത്യാനികളുടെ ഒരു ആചാരമായി സ്വീകരിക്കപ്പെട്ടു പോരുന്നുണ്ട്. അതുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടാനുള്ള സാധ്യത അത് വരുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കൽ തന്നെയാണ് ഏറ്റവും വേണ്ടത്. മറ്റൊന്ന്, അത് ഒരു സംസ്കാരമായി വളരുകയും കുറച്ചു കഴിയുമ്പോൾ അതില്ലെങ്കിൽ അതെന്തൊരു മോശത്തരമായി പോയി, അത് നിക്കാഹിന്റെ ഒരു ഭാഗം തന്നെയാണ്, അതില്ലെങ്കിൽ ആ നിക്കാഹ് പൂർത്തിയാവൂല എന്ന രൂപത്തിലേക്ക് അത് മാറിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കവാടം നമ്മൾ അടക്കുകയും വേണം. എങ്ങനെയാണ് ബിദ്അത്ത് എന്ന തലത്തിലേക്ക് അത് വരുന്നില്ല. ബിദ്അത്താവൽ അത് മതത്തിന്റെ ഭാഗമായി കൊണ്ടുവരികയും അതിന് പ്രത്യേക പുണ്യമുണ്ട്, കൂലിയുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോഴേ ബിദ്അത്താവുകയുള്ളൂ. ആ വകുപ്പ് നബിദിനത്തിൽ വരുന്നത് പോലെ ഇതിൽ വരുന്നില്ല. നബിദിനാഘോഷം ബിദ്അത്താകുന്നത് കൂലി കിട്ടും എന്ന വിചാരം കൊണ്ട് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു സവിശേഷത കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു ദിവസത്തിനും സമയത്തിനും നമ്മൾ സവിശേഷത കൽപ്പിക്കുന്നു. കാരണം നബി ജനിച്ചത് റബീഉൽ 12-നാണെന്ന് യാതൊരു ഉറപ്പുമില്ല, പല അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് റബീഉൽ 12-ന് ഒരു സവിശേഷത അള്ളാഹു റസൂൽ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത ഒരു സവിശേഷത ഒരു ദിവസത്തിൽ നമ്മൾ കൽപ്പിക്കുന്നു, എന്നിട്ട് അതിന് പ്രത്യേകമായ ബഹുമാനം സമർപ്പിക്കുന്നു, എന്നിട്ട് അതിന് പ്രത്യേകമായ ആചാരങ്ങൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം വിദഗ്ധാക്കളുടെ ഒരുപാട് ന്യായങ്ങൾ, പല ന്യായങ്ങളാണ്. ആ ന്യായങ്ങൾ ഇതിൽ വരുന്നില്ല. അല്ലാഹു അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഈ മറഞ്ഞ മയ്യത്തിന്റെ പേരിൽ നമസ്കരിക്കുന്നത്, അപ്പം ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കാന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നിസ്കരിച്ച ആളുകളതും നിസ്കരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ വകുപ്പ് എന്താണെന്ന് താല്പര്യം.
ഇത് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാത്തത് ഒരു ഫിഖ്ഹിയായ മസ്അലയാണ്. അതൊരു സുന്നത്ത് ബിദഅത്തിന്റെ വിഷയമല്ല, കർമ്മശാസ്ത്രത്തിന് വരുന്ന ഒരു മസ്അലയാണ്. പണ്ഡിതന്മാർക്കിടയിൽ 4 അഭിപ്രായങ്ങൾ അവിഷയത്തിൽ പഴയകാലം മുതൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഷാഫി മദ്ഹബാണ് നമ്മൾക്ക് നാട്ടിൽ സ്വീകരിച്ച പോലെ ഷാഫി മദ്ഹബ് പ്രകാരം ഏത് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാം, അതാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ചില മദ്ഹബുകളിൽ ഒരു നിലക്കും അങ്ങനെ നിസ്കരിക്കാൻ തന്നെ പാടില്ല എന്നാണ്. ഹംബലി മദ്ഹബ് പ്രകാരം നിസ്കരിച്ചിട്ടില്ലാത്തൊരു മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാം, അല്ലാതെ പൊതുവായി കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. എന്താണെങ്കിലും ഏത് അഭിപ്രായം പറഞ്ഞാലും അവർക്കെല്ലാമുള്ള തെളിവ് ഒറ്റ തെളിവാണ്. നജ്ജാശി രാജാവ് മരണപ്പെട്ടു. നജ്ജാശി സ്വകാര്യമായി ഇസ്ലാം സ്വീകരിച്ച ആളായിരുന്നു. ഇസ്ലാം സ്വകാര്യമായി സ്വീകരിച്ചു, ആരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം മുസ്ലിമാണ് എന്ന് ആർക്കും അറിയുകയുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുളിപ്പിക്കുകയോ കഫൻ ചെയ്യുകയോ നിസ്കരിക്കുകയോ ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നുമില്ലാതെയാണ് അദ്ദേഹത്തിന്റെ ജനാസ കൈകാര്യം ചെയ്യപ്പെട്ടു പോയത്. ഈ വിവരം അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞു നബിക്ക് വഹയായി കൊടുത്തു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ വെച്ച് മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് നിസ്കരിക്കാം. അങ്ങനെ നബിയും സ്വഹാബത്തും കൂടെ നജ്ജാശിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു, മയ്യിത്ത് മുമ്പിൽ ഇല്ലാതെ തന്നെ. അപ്പൊ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നബി നിസ്കരിച്ച ഏക നിസ്കാരം ഇതാണ്. ഇതിൽ നിന്ന് ഷാഫി ഇമാം മനസ്സിലാക്കി നബി ഒരിക്കൽ ചെയ്താലും അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞല്ലോ, അതോടുകൂടി മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് കിട്ടി, അവിടെ മറഞ്ഞ മയ്യത്തൊക്കെ നിസ്കരിക്കാം. എന്നാൽ മറ്റു ചില മദ്ഹബുകാർ പറഞ്ഞെന്താണ്, ഇത് സ്പെഷ്യൽ കേസ്, അത് പൊതു നിയമമായി എടുക്കാൻ പറ്റൂല. കാരണം നബി മദീനത്ത് നിൽക്കുമ്പോൾ മക്കത്ത് ബദർ മരിച്ചിട്ടുണ്ട്, നബിന്റെ സാഹിത്യത്തിൽ ഇല്ലാതെ ഒരുപാട് നാട്ടിൽ ബദർ മരിച്ചിട്ടുണ്ട്, അവിടെ ഒന്നും നബി നിസ്കരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ നിസ്കരിച്ചാൽ വല്ല നേട്ടവും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നബിയുടെ നിസ്കാരം കിട്ടി നബി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ, എന്നിട്ട് പോലും നബി നിസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പൊ നജ്ജാശിയുടേത് പൊതുവൽക്കരിക്കാൻ പറ്റൂല, അത് സ്പെഷ്യൽ കേസാണ്. ഇതല്ലാത്ത മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ നിസ്കാരമേ ഇല്ല, അത് നബിക്ക് മാത്രം പ്രത്യേകതയായി ഉണ്ടായതാണ്. അതൊരു പക്ഷെ നജാശിയുടെ മയ്യത്ത് പോലും ഒരു പക്ഷെ അല്ലാഹു തആല നബിക്ക് അങ്ങനെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയുണ്ടായിട്ടുണ്ടാകാം എന്നൊക്കെ അവർ അത് ന്യായമായി പറയുന്നു. മൂന്നാമതൊരു പക്ഷം ഹംബലി മദ്ഹബുകാരൊക്കെ പറയുന്നതാണ് കൂടുതൽ സ്വീകാര്യയോഗ്യമായ രീതി. അവർ പറയുന്നത് ഇത് പൊതുവായി ചെയ്യേണ്ടുന്ന കാര്യമല്ല. കാരണം ഈ പറഞ്ഞ പോലെ പല ഭാഗത്തും പലരും മരിച്ചപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല. എന്നാൽ ഇത്തരം ഒരു കേസ് ഉണ്ടെങ്കിൽ നിർവഹിക്കാം എന്നാണ്. അപ്പൊ ഒരു മയ്യത്ത് കടലിൽ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ വിമാനം കത്തിക്കരിഞ്ഞു പോയി, മയ്യത്ത് കിട്ടിയില്ല. അപ്പൊ മയ്യത്ത് നിസ്കാരം നടക്കുകയും വേണം എങ്കിൽ അവിടെ ഇങ്ങനെയൊക്കെ നിസ്കരിക്കാം. പിന്നെ ചില പണ്ഡിതന്മാർ അതിൽ പറഞ്ഞു, ഇപ്പൊ നജാശിയുടെ ഒരു നേതാവ് കൂടിയാണ്, രാജാവാണല്ലോ. അപ്പൊ ആ നിലക്കുള്ള സമുദായത്തിന്റെ മൊത്തം നേതൃസ്ഥാനത്ത് വരുന്ന ആളുകൾ അങ്ങനത്തെ മരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി അങ്ങനെ നിസ്കരിക്കാം എന്ന് ഇതിൽ നിന്ന് തന്നെ തെളിവാക്കിയവരുമുണ്ട്. അതുകൊണ്ടാണ് ഹറമിലൊക്കെ വലിയ വലിയ ആളുകൾ മരിക്കുമ്പോൾ ചിലപ്പോൾ മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്. കുവൈത്തിൽ അമീർ മരിച്ചപ്പോൾ ഈ കഴിഞ്ഞ മാസം ഹറമിൽ വെച്ച് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു. കാരണം നജ്ജാശി രാജാവ് മരിച്ചപ്പോൾ നബി ചെയ്തു, ഇത് കുവൈത്തിലെ രാജാവാണ്, അത് ഈ തെളിവെന്ന് അവര് തെളിവാക്കിയതാണ്. പിന്നെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇന്നിപ്പോ കോവിഡ് ഒക്കെ വന്ന് മരിച്ചു കഴിഞ്ഞാൽ ആർക്കും നിസ്കരിക്കാൻ കഴിയുന്നില്ല. ആ മയ്യത്ത് കയ്യിലുണ്ടെങ്കിൽ പോലും നിസ്കരിക്കാൻ സാഹചര്യങ്ങളില്ല, പോകാൻ പറ്റുന്നില്ല. അത്തരം ഘട്ടത്തിൽ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയോട് ചോദ്യം ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കുടുംബങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ധാരാളം ആൾക്ക് പള്ളിയിൽ കൂടാൻ പറ്റുന്നില്ല, പലർക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, അത്തരം ഘട്ടം ഉണ്ടെങ്കിൽ കുടുംബങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ വെച്ച് അവർ നിസ്കരിച്ചോട്ടെ എന്ന് ഇപ്പോഴത്തെ ഗ്രാൻഡ് മുഫ്തി ആ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സുന്നത്തിനോട് ഏറ്റവും യോജിക്കുന്ന രീതിയും കൂടുതൽ പ്രബലമായ അഭിപ്രായവും പൊതുവെ മുസ്ലിം ലോകം സ്വീകരിച്ച പൊതുവായ അഭിപ്രായം എന്നതിലേക്ക് പൊതുവായി മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കാതിരിക്കുക, മയ്യത്ത് മുമ്പിലുണ്ടെങ്കിൽ നിസ്കരിക്കുക, ഏറ്റവും ശരിയായ രീതി. ഇനി ഒരാൾക്ക് നിസ്കരിക്കാൻ സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ രണ്ടാമത്തെ ചാൻസ് നൽകേണ്ടത് ഖബറിൽ പോയി നിസ്കരിക്കുന്നതിനാണ്. അതിൽ നബിയുടെ മാതൃകയുണ്ട്. 1 മാസം വരെ പഴക്കമുള്ള ഖബറിങ്ങൾ നബി പോയി നിസ്കരിച്ചിട്ടുണ്ട്. 6 മാസം വരെ പഴക്കമുള്ള ഖബറിങ്ങൾ സ്വഹാബിമാരും നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്ര കാലമേ പറ്റൂ എന്ന് പ്രത്യേകിച്ച് ഇവിടെയും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഗൾഫിലായിരുന്നു, നാട്ടിൽ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു എങ്കിൽ ഏറ്റവും നല്ലത് അവിടെ റൂമിൽ നിസ്കരിക്കാൾ ഏറെ നല്ലത് അവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് വാപ്പാന്റെ ഖബറിനെ പോയി
ആ ഖബറിനെ വെച്ച് നിസ്കരിക്കുക. അതിന് 6 മാസം ഒരു കൊല്ലം ആയാലും അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ നാട്ടിലുള്ള ഏത് ഖബറിനും പോയി കണ്ട് വെറുതെ നിസ്കരിക്കുക എന്നുള്ള അതെന്തായാലും ഇല്ല. അപ്പൊ ഒന്നാം പരിഗണന മയ്യത്ത് മുമ്പിൽ വെച്ച് നിസ്കരിക്കുക, രണ്ടാം പരിഗണന ഖബറിങ്ങിൽ വെച്ച് നിസ്കരിക്കുക. ഇനി അതിലൊന്നും സാഹചര്യമില്ല എങ്കിൽ നമുക്ക് നിസ്കരിക്കേണ്ട കാര്യമില്ല. നിസ്കരിക്കപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നിസ്കാരം നിർവഹിക്കപ്പെട്ട ഒരു മയ്യത്തിന് വേണ്ടി പിന്നെ നിസ്കരിക്കാൻ ആവശ്യമില്ല. നിസ്കാരം മയ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഫർളായ കാര്യമാണ്, അത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്രാർത്ഥിക്കാലോ നിസ്കാരത്തിനല്ലെങ്കിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിസ്കരിച്ചു മറമാടിന് മയ്യത്താണെങ്കിൽ പിന്നെ നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള വിഷമേ ഉള്ളൂ. അല്ലാതെ നിസ്കാരം നടന്നിട്ടുണ്ട്, ഫർള് വീണിട്ടുണ്ട്, നമുക്കതിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. നമുക്കിത് അത്ര റബ്ബിന്റെ തൗഫീഖ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അവർക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചു, അയാൾ കുടുംബങ്ങളെ കൂടി ഒരു വായുവായുമായി നിസ്കരിക്കുന്നു, അത് തെറ്റാണ്, ബിദ്അത്താണ് എന്ന് പറയാൻ നമുക്ക് എന്നാലും വകുപ്പില്ല. അതുകൊണ്ട് അത് എതിർക്കാനോ ശരിയല്ല പറയാനോ പറ്റുകയില്ല എന്നാണ് അതിൽ പൊതുവെ ഈ വിഷയത്തിലെ എല്ലാ പണ്ഡിതാഭിപ്രായങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു. അസ്സലാമു അലൈക്കും. പിന്നെ സംശയം, നമ്മൾക്ക് നിശ്ചയിച്ചു തന്ന ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഫർള് നമസ്കാരത്തിലെ ദിക്റുകള്, ആയത്തുൽ കുർസി ഓതല്, സൂറത്ത് നാസ്, ഫലക്ക്, ഇതൊക്കെ ഓതല് നിശ്ചയിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണല്ലോ. അതില് ഈ ഉദാഹരണത്തിന് മഗ്‌രിബിന്റെ ശേഷം 3 പ്രാവശ്യം സൂറത്തുകൾ ഓതണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ചെയ്താല് അത് വിധത്തിൽ പെടുവോ, തെറ്റായി വരുമോ? അല്ലെങ്കിൽ ഒരു കാര്യം അതും, പിന്നെ രണ്ട് ഇതിനൊക്കെ ഒരു തെർത്തീബ് ഉണ്ട്. ഇങ്ങനെ ആദ്യം ആയത്തുൽ കുർസി ഓതണം, പിന്നെ ദിക്റുകൾ 33 പ്രാവശ്യം, അങ്ങനെയുള്ള തെർത്തീബുകൾ ഉണ്ടെങ്കിൽ അത് തെറ്റിച്ചാൽ തെറ്റായി മാറുമോ, ബിദ്അത്തായി മാറുമോ എന്നാണ് എന്റെ സംശയം. രണ്ടിലും ഒറ്റ മറുപടിയാണ്. അതായത് കുറച്ച് ചെയ്യാനുള്ള പ്രേരകം എന്താണ്? അവിടെ തിരക്കാണ്, പിന്നെ കടയിൽ പോകാണ്ട്, ബിസിയാണ്, അതുകൊണ്ട് തൽക്കാലം കുറച്ച് ചെയ്ത് പോയി, ഒരു കുഴപ്പമില്ല, ഒരാൾ കൂലി നഷ്ടപ്പെട്ടതേ ഉള്ളൂ. അത് സുന്നത്തായ കാര്യമാണ്, ചെയ്യാൻ ഞാൻ കൂലിയിട്ടില്ല എന്ന് മാത്രം. അതേസമയം നബി ചെല്ലാൻ പോലെ 33 ആണ്, പക്ഷെ 33 ആവശ്യമില്ല, ഒരു 10 മതി, അതേ സുന്നത്തുള്ളൂ എന്നാണെങ്കിൽ അത് ബിദ്അത്തായി മാറുകയും ചെയ്യും. നബി പഠിപ്പിച്ച അത്ര ആവശ്യമില്ല നിൽക്കുകയാണെങ്കിൽ അവന്റെ സൗകര്യവും അവന്റെ ഒഴിവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ദിക്റും ചെല്ലില്ല, സലാം വീട്ടിലേക്ക് ഓടി, ഓനെ എവിടെ പോകാനുണ്ട്, ദിക്ർ ചെല്ലാൻ സാഹചര്യമില്ല, അല്ലെങ്കിൽ മടി ആയിക്കോട്ടെ, മടിയുണ്ട്, ഒന്നുമില്ല നിസ്കാരമൊക്കെ ഫർള് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും കഴിയൂല എന്ന് പറഞ്ഞു പോയാലും ബിദ്അത്താവുകയില്ല. ഇപ്പൊ നബിയുടെ മുമ്പേ ഒരു അഅറാബി വന്നു, ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ വന്നു നബിയുടെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, നബി എനിക്ക് പിന്നെ സ്വർഗത്ത് പോകണം, പക്ഷെ കുറെ അമല് ചെയ്യാൻ കഴിയൂല, കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞേരി, അതിലേറെ നിങ്ങൾക്ക് കഴിയൂല. അയാളൊരു നാടൻ മനുഷ്യനാണ്, അയാളെ പച്ചക്കണ്ട് പറഞ്ഞുള്ളത്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ട് പറഞ്ഞു, ദിവസം 5 നേരം നിസ്കരിക്കണം എന്നാണ്. അത് ഞാൻ നിസ്കരിച്ചോളാം. വേറെ വല്ല നിസ്കാരം ഉണ്ടോ ചോദിച്ചു. നിസ്കാരം കുറെ ഉണ്ട്, എനിക്ക് സ്വമേധയാ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യൂല, മാണ്ടാ. വേറെ വല്ല ഫർദും ഉണ്ടോ ചോദിച്ചു. ഫർദ് പിന്നെ കൊല്ലത്തിൽ 1 മാസം നോമ്പ് വെക്കണം, ശരി നോറ്റോളാം. പിന്നെ വല്ലതും ഉണ്ടോ ചോദിച്ചു. പിന്നെ ഉണ്ട്, ഇല്ല തത്വ, സ്വമേധയാ നിനക്ക് നോൽക്കണമെങ്കിൽ നോൽക്കാം. അപ്പോഴും കഴിയൂല, ഞാൻ നോൽക്കൂല. അങ്ങനെ ഫർദൊക്കെ ഉണ്ട് പറഞ്ഞു കൊടുത്തു. ഇനി വല്ലതും ഉണ്ടോ ചോദിച്ചു. ഇനിയൊന്നുമില്ല, അതേ ഫർദുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്തോളാം. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലാ അസീദു വലാ അൻഖുസ്, ഈ പറഞ്ഞ ഫർദിനേക്കാൾ ഏറെ ഞാൻ ഒന്നും ചെയ്യൂല, ഇതിലൊന്നിട്ട് ഞാൻ കുറക്കൂല. അതും പറഞ്ഞ് ഇയാളെ ഒട്ടകപ്പുറത്തും കീഴെ പോയി. ആ പോണ പോക്ക് നോക്കി നബി പറഞ്ഞു, അഫ്ലഹ ഇൻ സ്വദഖ, ഈ പറഞ്ഞ വാചകം സത്യസന്ധമായിട്ടാണെങ്കിൽ അയാൾക്ക് വിജയിക്കാം. അപ്പൊ ജയിക്കാൻ അതേ വേണ്ടു, മിനിമം പാസ്. ജസ്റ്റ് പാസ് എന്നുള്ളതിന് ഫർള് ചെയ്താൽ തന്നെ മതി, അതൊക്കെ ഏറ്റവും ഇഷ്ടം ഫർളാണ്. ബാക്കിയെല്ലാം സുന്നത്തുകൾ, അത് നമുക്ക് ഒഴിവും കഴിവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് നമ്മൾ എത്ര ചെയ്യുന്നുവോ അത്രയും കൂലി കിട്ടും. എന്നാൽ കമ്മിയാക്കുന്നത് അത് ശരീഅത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ, നബി പഠിപ്പിച്ച 33 ആണെങ്കിലും 33 അല്ല ശരി, അതെന്തോ നബിക്ക് അബദ്ധം പറ്റി എന്നൽക്കാണെങ്കിൽ അത് ബിദ്അത്തും ഒക്കെ ആയിട്ട് മാറും. അതാണ് നമ്മൾ അതിന്റെ അസ്ലി. ഇപ്പൊ തർത്തീബും തന്നെ പ്രത്യേകം തർത്തീബിൽ പഠിപ്പിച്ചിടത്ത് തർത്തീബ് തെറ്റിക്കാൻ പറ്റില്ല. എന്നാൽ തർത്തീബ് നിർബന്ധമല്ലാത്ത വിധം പഠിപ്പിച്ചിട്ടുണ്ടാവും.
തർത്തീബ് ഉണ്ട്, പക്ഷെ ആ തർത്തീബ് നിർബന്ധമില്ല. അങ്ങനത്തെ അധിക ദിക്റുകളും അങ്ങനെയാണ്. നമസ്കാര ശേഷക്കുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർത്തീബ് മാറാം. അത് അങ്ങനെ തന്നെ ആദ്യം സുബ്ഹാനല്ലാഹ് പിന്നെ അൽഹംദുലില്ലാഹ് പിന്നെ അല്ലാഹു അക്ബർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അല്ലാതെയും വരാം. ഫത്ഹുൽ ബാരിയൊക്കെ നമസ്കാരമൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ച് കാണുന്നത്. അപ്പൊ അധിക ദിക്റും തർത്തീബില്ല. തർത്തീബോട് കൂടി പഠിപ്പിച്ചതാണെങ്കിൽ ആ തർത്തീബ് പാലിക്കണം. അത് തെറ്റിപ്പോയി പ്രശ്നമില്ല. പക്ഷെ നബി പഠിപ്പിച്ച തർത്തീബ് ഇങ്ങനെയാണ്, അതിനേക്കാൾ നല്ല തർത്തീബ് ഇങ്ങനെയാണ് എന്ന് വന്നാലോ ആ വിദഅത്തായി മാറും. നബി പഠിപ്പിച്ച തർത്തീബ് ഇങ്ങനെ, പക്ഷെ അതിലേറെ നല്ലത് മറ്റേ തർത്തീബാണ് എന്ന് നമ്മൾക്ക് തോന്നിയാൽ അത് അപകടമാണ്, അത് വിദഅത്തായി മാറും. അതല്ലെങ്കിൽ അതിലെ വിരോധമൊന്നും ഇല്ല. അല്ലാഹു ഈ ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യാൽ സലാ ഹയ്യാൽ ഫല എന്ന് പറയുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കണം എന്നുള്ളത് സുന്നത്താണോ ബിദഅത്താണോ? അത് സുന്നത്താണ്, സുന്നത്തിൽ വന്ന കാര്യമാണ് അത്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ മൈക്കില്ല, അതുകൊണ്ട് ശബ്ദം കൂടുതൽ ഭാഗത്തേക്ക് എത്തിക്കുക എന്ന ഒരു തത്വത്തിലാണ് അന്ന് പഠിപ്പിക്കപ്പെട്ടത്. ആ ലക്ഷ്യത്തിലാണ് പ്രത്യേകം പറഞ്ഞത്. കാരണം തൊള്ളവാങ്കാണല്ലോ, മൈക്കില്ലല്ലോ. അപ്പൊ എല്ലാ ഭാഗത്തേക്കും ശബ്ദം എത്തിക്കാൻ വേണ്ടി ഇത് ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞ് പറയുക, അത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ആ തത്വമില്ലാത്തത് കൊണ്ട് ആവശ്യമുണ്ടോ ഇല്ല എന്ന ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. ഷെയ്ഖ് ജിബ്രീൻ റഹിമഹുള്ളയുടെ പിന്നെ അഹ്കാമുൽ അദാൻ എന്ന കിതാബിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. കാരണം ഇന്ന് ബാങ്ക് മൈക്കിലൂടെയാണ്. അപ്പൊ ചെരിഞ്ഞാൽ ശബ്ദം കുറയല്ലേ ചെയ്യുക, കൂടുന്നില്ലല്ലോ. അന്ന് ഇത് പഠിപ്പിച്ചത് ശബ്ദം എല്ലാവർക്കും എത്താനാണ്. അപ്പൊ എത്താൻ നല്ല തിരിയാതിരിക്കുകയല്ലേ എന്ന ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അസ്ലിയായി ഇത് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അസ്സലാമു ഒരു ചോദ്യം ഉണ്ടായിരുന്നു. തഹജ്ജുദ് നമസ്കാരത്തിന് നമ്മള് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കില് സുബഹിന്റെ മുമ്പായിട്ട് സമയം അല്ല, ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ സുബഹി തെറ്റുന്നതിന് മുമ്പായിട്ട് സമയം ഉണ്ടെങ്കിൽ അപ്പൊ നിസ്കരിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ പകലിൽ തന്നെ നിസ്കരിക്കാൻ എപ്പോഴാണ്? പകല് ലുഹാന്റെ മുമ്പ് വേണോ അതോ വൈകുന്നേരം വരെ നിസ്കരിക്കാൻ പറ്റുമോ? സുബഹി ബാങ്ക് വിളിക്കുന്നതോടുകൂടി തഹജ്ജുദ് സമയം യഥാർത്ഥത്തിൽ അവസാനിച്ചു. ഉറങ്ങി എണീറ്റത് മുതൽ സുബഹി ബാങ്ക് വരെയുള്ള സമയത്തിനിടക്കാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. പിന്നെ നബിയെ കുറിച്ച് വന്ന ഹദീസിലുള്ളത്, നബി സ്വല്ലല്ലാഹു രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടാൽ പകൽ നബി അത് ഇരട്ടയായി നിർവഹിക്കാറുണ്ട് എന്നാണ്. നബി രാത്രി 11 റക്അത്ത് നിസ്കരിക്കലുണ്ട്. അത് പകലാണെങ്കിൽ 12 നിസ്കരിക്കും. നമ്മൾ സാധാരണ 3, 5 ഒക്കെ നിസ്കരിക്കണമെങ്കിൽ അത് ഇരട്ടയായിട്ട് വേണം നിസ്കരിക്കാൻ. അത് സുബഹി ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് സമയം ഒരേപോലെയാണ്. അത് ഇന്ന സമയത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ അതിൽ പറഞ്ഞിട്ടില്ല. നബിയുടെ രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടാൽ പകൽ നബി 12 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്നാണ് ഹദീസിൽ വന്നത്. അപ്പൊ അയാളുടെ സൗകര്യം പോലെ എപ്പോഴും ആകാം. പക്ഷെ സുബഹിക്ക് ശേഷം അയാൾ പിന്നീട് ഏത് സമയത്ത് നിസ്കരിക്കുകയാണെങ്കിലും പിന്നെ അവസാനിക്കേണ്ടത് ഒറ്റയിലല്ല, ഇരട്ടയിലാണ് അവസാനിക്കേണ്ടത്. അത് ബാങ്ക് കൊടുത്ത ശേഷമാണ് അങ്ങനെ നിസ്കരിക്കാം. അതല്ല സുബഹിക്ക് ശേഷമാണെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പാടില്ല, സൂര്യ ഉദിച്ചു ഉയരുന്നത് വരെ ഉള്ള സമയം നിസ്കാരം പാടില്ലാത്ത സമയമാണ്. അതിന് ശേഷം ദുഹാ സമയത്തോ ഇനി അല്ലെങ്കിൽ ളുഹുറിനോ ഒക്കെ പറ്റും. നിസ്കാരം പാടില്ലാത്ത സമയമല്ലാത്ത ഏത് സമയത്തുമായിരിക്കും നിർവഹിക്കാം. രാത്രി ഒറ്റയിൽ അവസാനിക്കുന്നത് പകലാകുമ്പോൾ ഇരട്ടയിൽ അവസാനിപ്പിക്കണം എന്ന് മാത്രം. അല്ലാഹു പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. 8 മണിയായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ നല്ല വിധത്തിൽ എന്നുള്ള ഒരു സംഗതി ഇല്ല, എല്ലാം ചീത്ത വിധത്താണ് എന്നുള്ളതല്ലോ പറഞ്ഞത്. അപ്പോ ഈ വിതനം ആഘോഷിക്കുന്ന ആളുകൾ അത് നല്ല വിധത്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇമാമമാരുടെ ഫത്വകളൊക്കെ പിന്നെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ നല്ല വിധത്താണ്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു വിശദീകരണം കിട്ടിയാൽ. ഓക്കെ, അതായത് ബിദ്അത്ത് എന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ ധാരാളമായി വന്ന പ്രയോഗമാണ് ബിദ്അത്ത് എന്ന പ്രയോഗം. അതിലൊക്കെ വന്നത് കുല്ലു ബിദ്അത്തുൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എന്നാണ്. വേറെ ഒരു വേർതിരിവും അതിൽ പറഞ്ഞിട്ടില്ല. പിന്നീട് വന്ന പണ്ഡിതന്മാരിൽ ബിദ്അത്ത് എന്നതിന്റെ ഒരു വൃത്തം എത്ര എന്ന് ചർച്ച ചെയ്തപ്പോൾ 2 തരം വീക്ഷണമാണ് മുസ്ലിം ലോകത്ത് മൊത്തം ഉണ്ടായത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇബാദത്ത് എന്ന വകുപ്പിലേക്ക് മാത്രമായി ബിദ്അത്തിനെ പരിമിതപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ നല്ല ബിദ്അത്ത് എന്ന ഒന്നില്ല, എല്ലാം മോശമാണ്.
എന്നാൽ ചിലർ ഭാഷാപരമായ അതിന്റെ വൃത്തം പരിഗണിച്ചുകൊണ്ട് നബിയുടെ കാലത്തില്ലാത്ത എല്ലാത്തിനും ബിദ്അത്ത് എന്ന് പറയാം. അത് ദീനാവട്ടെ അല്ലാത്താവട്ടെ എന്താണെങ്കിലും അവരതിനൊക്കെ ബിദ്അത്ത് എന്ന് പറയാം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അടക്കം ആ പക്ഷക്കാരനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ ഫിഖ് അല്ലെങ്കിൽ നഹ്വ് ഇതൊക്കെ ഇമാം ഷാഫി ബിദ്അത്ത് എന്നാണ് പറഞ്ഞത്. കാരണം നബിന്റെ കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫിഖ് എന്ന് പറഞ്ഞില്ല. അന്ന് ഒന്നിച്ച് ഒറ്റ ഇതേ ഉള്ളൂ. അള്ളാഹു റസൂലിനോട് പോയി ചോദിക്കുക, റസൂൽ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഫിഖ് വേറെ തഫ്സീർ വേറെ അങ്ങനെ പ്രത്യേകം ഓരോന്ന് വിജ്ഞാന ശാഖയായി മാറിയിട്ടില്ല. അപ്പൊ ഇമാം ഷാഫി റഹിമഹുല്ലയാണ് അറിയപ്പെട്ടിടത്തോളം ആ രംഗത്ത് ഒരു ആദ്യത്തെ വിഭജനം നിർവഹിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം നബിയുടെ കാലത്തില്ലാത്ത എന്തുണ്ടായാലും അത് ബിദ്അത്താണ്. ഒരു നല്ല പള്ളി ഉണ്ടാക്കി അത് ബിദ്അത്താണ്. ഒരു പുതിയ ഏതെങ്കിലും ഒരു വിജ്ഞാന ശാഖ വന്നു അത് ബിദ്അത്താണ്. ഒരു മദ്രസ ഉണ്ടാക്കി അത് ബിദ്അത്താണ്. അങ്ങനെ പറഞ്ഞവരാണ് നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന് വേർതിരിച്ചത്. അപ്പൊ ശരിയാണ്, തെറ്റല്ല. അപ്പൊ നല്ലൊരു ചീത്ത ഉണ്ടാവും ചെയ്യും. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും തിരിച്ചു പറഞ്ഞു അതിനെ മറ്റൊന്നും ബിദ്അത്തിൽ കൊണ്ടുവരുന്ന കാര്യമില്ല, അതൊക്കെ ദുന്യവിയായ സൗകര്യങ്ങളാണ്, അത് ബിദ്അത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യമില്ല. അപ്പൊ രണ്ടു തരം നിർവചനങ്ങൾ പഴയ കാലം മുതൽ വന്നു. അത് അങ്ങനെയാണ് നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന വേർതിരിവ് വന്നത്. അപ്പൊ നല്ല ബിദ്അത്ത് ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും മതത്തിൽ പുതിയ ആചാരം ഉണ്ടാക്കുന്നതിനെ നല്ല ബിദ്അത്തായി പരിഗണിച്ചിട്ടില്ല. പിന്നീട് ഹിജ്റ 630 മരണപ്പെട്ട സുൽത്താനുൽ ഉലമ എന്ന് അറിയപ്പെട്ട ഇസ് ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് അദ്ദേഹം ബിദ്അത്തിനെ 5 ആക്കി വേർതിരിച്ചു. വാജിബായ ബിദ്അത്ത്, സുന്നത്തായ ബിദ്അത്ത്, ഹലാലായ ബിദ്അത്ത്, ഹറാമായ ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് 5 ആക്കി വെച്ചു. ഹിജ്റ 630 മരിച്ച സുൽത്താനുൽ ഉലമ ഇസ് ബിൻ അബ്ദുസ്സലാം. അദ്ദേഹത്തെ ശിഷ്യൻ ഇമാം ഖറാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം അതേ വിഭജനം സ്വീകരിച്ചു. അവിടുന്ന് ഇങ്ങോട്ടാണ് ഈ വിഭജനം കൂടുതൽ ചർച്ചയായത്. എന്നാൽ ഇതിൽ 7ാം നൂറ്റാണ്ടിലെ ഇമാം അബൂ ഇസ്ഹാഖ് ശാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഭജനത്തെ ശക്തമായി എതിർക്കുകയും അതിനെ ഗണ്ണിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം കിതാബ് പോലും എഴുതിയ മനുഷ്യനാണ്. അപ്പൊ ഈ ചർച്ച അന്ന് മുതൽ തുടർന്നു പോരുന്നുണ്ട്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏത് ഇബാദത്ത് ഉണ്ടാക്കിയാലും ഒക്കെ നല്ല ബിദ്അത്ത് എന്ന് പറയുന്നത്. അതൊരു ന്യായമില്ല, അതൊരിക്കലും ന്യായമല്ല. ഈ നല്ല ബിദ്അത്ത് ഉണ്ട് പറഞ്ഞ പണ്ഡിതന്മാര് പോലും ദീനിൽ പുതിയ നിസ്കാരമോ നോമ്പോ പുതിയ ആഘോഷമോ പുതിയ ഇബാദത്തോ ഒന്നും കൊണ്ടുവരാൻ അവരാരും തെളിവ് പറഞ്ഞിട്ടില്ല. അവരെ കണക്കിലും അതൊക്കെ മോശപ്പെട്ട ബിദ്അത്താണ്. എന്നാൽ അവര് പല കിതാബിൽ ഒരു ഭാഗം എടുക്കുകയും ഇവർ ചെയ്യുന്ന മറ്റൊരു ബിദ്അത്തിന് അത് തെളിവാക്കുകയുമാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ നടത്തിയ നബിദിനാഘോഷ മുഖാമുഖത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അസ്കലാനിയെയോ സുയൂത്തിയെയോ തൊടാൻ പോലും അധികാരമില്ല. കാരണം അവരാരും ഇതിനെ നിങ്ങൾ പറഞ്ഞ കണത്തിൽ കണ്ടിട്ടില്ല നമ്മൾ പറഞ്ഞ അതുകൊണ്ടാണ്. അതാണ് പിന്നെ ദുർവ്യാഖ്യാനിച്ചിട്ട് അമീർ മൗലവി പറ്റുന്ന ഫൈസൽ മൗലവി പറഞ്ഞതൊക്കെ പിന്നെ പറയുന്നത്. അതിൽ അവരാരും ഇതിന് ദീനിൽ ഇബാദത്തായി ഒരു ഈദായി ഒരു ആഘോഷമായി അവർ കണ്ടിട്ടില്ല. അത് കണ്ടിരുന്നുവെങ്കിൽ ഓരോ വിധത്തും മോശപ്പെട്ട വിധത്തിനെ പറയുള്ളൂ. അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾക്ക് എടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലാതെ ഇമാമിയങ്ങളാരും ദീനിൽ പുതിയ ആചാരം ഉണ്ടാക്കുന്നതിന് നല്ല ബിദ്അത്ത് എന്ന ന്യായം പറഞ്ഞിട്ടില്ല. എന്നാൽ പുതുതായി വന്ന ഏത് കാര്യം ബിദ്അത്താണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല ബിദ്അത്ത് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതും ശരിക്കും ഒരു ശരിയായ ന്യായമായ വിഭജനമല്ല. നബിതങ്ങളെ ധാരാളം 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ് കുല്ലു ബിദ്അത്തുൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, വഴികേടാണ്. പിന്നെ അതിൽ പിന്നെ വേർതിരിക്കാൻ നമുക്ക് എന്നാലും വകുപ്പില്ല. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും. ഒരു ഹുക്കും വരാനാണ്. നമ്മള് ചില സുന്നി പള്ളികളിലൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ടല്ലോ, അത് സുന്നത്താണോ അതോ അത് ഏത് ഇതിലാ പെടുക? അതെ, അഫ്ദലുൽ ദിക്ർ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 പ്രാവശ്യം ചൊല്ലാറുണ്ട്. അങ്ങനെ ഒരു 10 തവണ ചൊല്ലണം പ്രത്യേകം ഒരു ഹദീസിൽ വന്നിട്ടില്ല. ഇമാം തുർമിദി ഉദ്ധരിച്ച ഹദീസിൽ അതുമായി ബന്ധപ്പെട്ട സൂചനയുണ്ട്, പക്ഷെ അത് സ്ഥിരപ്പെട്ട ഹദീസായി അംഗീകരിക്കപ്പെട്ടു പോകുന്ന കാര്യവും അല്ല. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രത്യേകം സുന്നത്താ നിലയ്ക്കാണ് നമ്മുടെ നാട്ടിൽ നിർവഹിച്ചു പോരുന്നത്. അതിനാൽ ബിദ്അത്തായി മാറും. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും ചെല്ലാം, അതിന് വിരോധമൊന്നുമില്ല. പുരസ്കാരം കഴിഞ്ഞ് വരിക്ക് പോകുമ്പോൾ ചെല്ലിങ്ങനെ പോയി ഒരു പ്രശ്നമൊന്നുമില്ല. അതേസമയം ആ സ്ഥലത്ത് പ്രത്യേകം സുന്നത്താണ് എന്ന നിലക്കാണ് നമ്മുടെ നാട്ടിൽ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ബിദ്അത്തായി മാറുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഈ വുദു എടുത്തതിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ,
അത് ഇത്ര സമയം കൊണ്ടേ പാടുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിസ്കാരം കഴിയുന്നതോട് കൂടി അതിന്റെ സമയം കഴിഞ്ഞു, അങ്ങനെ ഒരു എന്തെങ്കിലും വിഭജനങ്ങൾ ഉണ്ടോ? അഥവാ ഉളുവിന്റെ ശേഷമുള്ള സുന്നത്തിന്റെ സമയം എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? ഇപ്പം കൃത്യമായി സമയക്രമീകരണം അങ്ങനെ ഹദീസിൽ വന്നില്ല. ഹദീസിൽ വന്നത് വുളൂ ചെയ്ത ഉടനെ എന്നാണ് പ്രയോഗം. വുളൂ ചെയ്ത ഉടനെ എന്നാണ് ഹദീസിനെ കുറിച്ച് പഠിപ്പിച്ച പ്രയോഗം. അപ്പൊ ഉടനെ എന്ന് എപ്പോൾ പറയുമോ അപ്പോഴൊക്കെ പറ്റും. അല്ല വുളൂ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം നിസ്കരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. വുളൂ ചെയ്തു അധികം വൈകാതെ പല എപ്പോഴാണ് ഉടനെ ചർച്ചകളൊക്കെ പല ചർച്ചകൾ കാണാം. ഇപ്പൊ വുളൂവിന്റെ വെള്ളം പറ്റുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ വ്യാപൃതമാകുന്നതിന് മുമ്പ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. എന്താണെങ്കിലും വുളൂ ചെയ്ത് അധികം വൈകാതെ, മറ്റു പോലുണ്ടാക്കി പിന്നെ ഒരു ചോറിക്കാൻ പോയി ചോറൊക്കെ വെച്ച് വന്നിട്ട് പിന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഇതിൽ കണക്കാക്കപ്പെടുകയില്ല. വുളൂ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചെറിയ ഒരു വുളൂലാക്കി നിസ്കരിക്കാൻ പോണേക്കാണ് കണ്ടു ജസ്റ്റ് രണ്ട് വർത്തമാനം പറയേണ്ടു, അതൊന്നും വിരോധമല്ല. ആ നിലക്ക് വുളൂ ചെയ്താൽ അധികം വൈകാതെ നിർവഹിക്കപ്പെടുമ്പോഴാണ് വുളൂവിന്റെ സുന്നത്തായി പരിഗണിക്കപ്പെടുക. അപ്പൊ മുആദ് പറഞ്ഞോക്കതാണ്, ഞാൻ എപ്പോൾ വുളൂ ചെയ്താലും കൂടെ കണ്ടൊക്കെ നിസ്കരിക്കാറുണ്ട് എന്നൊക്കെയാണ് അവിടെ പ്രയോഗിച്ചെടുത്തൊക്കെ അങ്ങനത്തെ പ്രയോഗമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ പള്ളി കയറി വേറെ എന്തെങ്കിലും സുന്നത്ത് നിസ്കരിച്ചോ? അതുകൊണ്ട് ഇത് അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? രണ്ടും ഒന്നിച്ച് കിട്ടും. അപ്പൊ പള്ളിയിൽ കയറി തഹീയ്യത്ത് നിസ്കരിക്കുകയാണ്, ആ ഒറ്റ നിസ്കാരം മതി, പിന്നെ വേറെ നിസ്കാരം വേണ്ട. ആ ഒറ്റ നിസ്കാരത്തിൽ തന്നെ ഇപ്പൊ ഏതായാലും അല്ല മറ്റു ഏത് ഫർള് നിസ്കരിക്കുക, ഇപ്പൊ പള്ളി എത്തി വുളൂ ചെയ്ത് കയറി ഇപ്പൊ അവിടെ ജമാഅത്ത് നടക്കുകയാണ് എങ്കിൽ അവിടെ നമുക്ക് ഇതടക്കം അതിൽ തന്നെ കിട്ടി, വേറെ നിസ്കാരം ആവശ്യമില്ല. വുളൂ ചെയ്താൽ നിസ്കരിക്കുക എന്നാണ് അസ്ല്. അപ്പൊ തഹയ്യത്ത് പോലെ ഇപ്പൊ പള്ളിയിൽ കയറി അവിടെ സുബഹി ജമാഅത്ത് നടക്കുന്നുണ്ട്, നേരെ കയറിയാൽ തഹയ്യത്തും കൂടി കിട്ടുമല്ലോ എന്ന പോലെ ഇതും അങ്ങനെ നിസ്കാരം ഉണ്ടെങ്കിൽ മതി. അതൊന്നും ഇല്ലെങ്കിലാണ് നിസ്കരിക്കാൻ പറഞ്ഞത്. ഓക്കെ, അവസാനിപ്പിക്കാം. ഇനി ഉയർന്ന കയ്യൊന്നും കാണില്ല. അസ്സലാമു ചെറിയൊരു ചോദ്യം, സംശയമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഈ പള്ളിക്കൽ ഈ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഈ മീറ്റിങ്ങുകൾ ദീനിയായുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ചർച്ച നീണ്ടു, അതിലാണ് ഇക്കാമത്ത് കൊടുക്കുന്നത്. ഓനെ ആ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന് മുന്നേ നിസ്കരിക്കാൻ പറ്റില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, ഈ ദീനി ചർച്ച അല്ലെങ്കിൽ ദീനി കാര്യങ്ങളുള്ള ചർച്ചയാണ്, അല്ലാതെ വേറുള്ളതല്ല. അപ്പോ അങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ അവന് ആ നിസ്കരിക്കാതിന് കുറ്റം കിട്ടുമോ, അതോ ആ നിസ്കാരത്തിൽ അതിന് കൂലി കിട്ടുമോ എന്നാണ് സംശയം. ഇടങ്ങാറാക്കുന്ന ചോദ്യമാണ്. അതായത് ഇബാദത്തും ഇൽമും അത് രണ്ടുമാണ് ശരിക്കും അവിടെ ഏറ്റുമുട്ടത്. ഇന്നലെ പറഞ്ഞാൽ ഇബാദത്തിനേക്കാളും പ്രധാനം ഇൽമിനാണ്. മീറ്റിംഗിന് അത് ചിലപ്പോൾ ബാധകമായിക്കൊള്ളുന്നില്ല. മീറ്റിംഗ് കൂടുമ്പോ ജമാഅത്ത് കൂടാക്കാൻ പറ്റില്ല, ജമാഅത്ത് കൂടാം. അറിവിന്റെ സദസ്സാണെങ്കിൽ അവിടെ ചർച്ച ചെയ്യും. ഒരു മീറ്റിംഗ് നടക്കുന്നത് ദീനിയായ മീറ്റിംഗ് അല്ലാത്ത മീറ്റിംഗ് ഒന്നല്ല. എന്നാലും ആ മീറ്റിംഗ് ജമാഅത്തിനേക്കാളും ശ്രേഷ്ഠമല്ല. അവിടെ ജമാഅത്തിന് ശ്രേഷ്ഠം, ജമാഅത്തിൽ പങ്കെടുക്കണം, പങ്കെടുക്കാൻ പറ്റൂല. ഒരു ഇൽമിന്റെ മജ്ലിസ്, ഒരു ക്ലാസ് അല്ലെങ്കിൽ ജമാഅത്തിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്, ജമാഅത്തിന്റെ മുന്നേ ഉള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യമാണ്. അത് ശരി, സുന്നസ്കാരം കുറ്റം കിട്ടൂലല്ലോ, സുന്നസ്കാരം സുന്നത്തിലുള്ളൂ. അത് ബോധപൂർവ്വം ഒഴിവാക്കിയാലും കുറ്റമില്ല. അതയാൾ ഇനി വെറുതെ നിസ്കരിച്ചില്ല എന്നാലും കുറ്റം കിട്ടൂല. നിസ്കരിക്കാൻ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അയാൾക്ക് ജമാഅത്തിന് ശേഷം വേണമെങ്കിൽ അയാൾക്ക് നിസ്കരിക്കുകയും ചെയ്യാം. അത് സുന്നത്തായ കാര്യമാണ്. അയാൾക്ക് ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല. അള്ളാഹു അലം. എന്നാലും അൽഹംദുലില്ലാഹ് കുറെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു. ഇനി വല്ലതും ഉണ്ടോ? അസൻ ചോദിക്കണ്ടോ? ഒരു ചെറിയ കാര്യം കൂടി, സ്ഥിരമായിട്ട് ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ സ്ഥിരമായിട്ട് സുന്നത്ത് നിസ്കാരം ളുഹറിന്റെ മുമ്പ് 4 നിസ്കരിക്കുന്ന ആളാണോ? അവർക്ക് ഇന്ന് 2 നിസ്കരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിസ്കാരത്തിന് ശേഷം നമുക്ക് 2 മടക്കി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും, വിരോധമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നഷ്ടപ്പെട്ടാൽ പിന്നീട് നിസ്കരിക്കുമായിരുന്നു എന്ന് പൊതുവായി പറഞ്ഞിട്ടുണ്ട്. അത് ഏതിനും ബാധകമാണ്. അസറിന് ബാധകമുണ്ടോ? അതുണ്ട്. അതിൽ അസറിന് മുമ്പുള്ള നിസ്കാരം ശേഷം നിസ്കരിക്കാം. അത് നബിക്ക് മാത്രമുള്ള ഇളവാണ് എന്ന് ചർച്ചകൾ ഉണ്ടെങ്കിലും അങ്ങനെ നബിക്ക് മാത്രമാണ് പറയാൻ പ്രത്യേകിച്ച് തെളിവുകളില്ല എന്നാണ് അതിനെ ഗണ്ണിച്ച പണ്ഡിതന്മാർ പറയുന്നത്. ഞാനുണ്ടോ? റസാക്കിന് മൈക്ക് പോയല്ലോ. അസ്സലാമു അലൈക്കും. ഈ സുന്നത്ത് നിസ്കാരങ്ങള് പിന്നെ വേഗത്തിൽ നിസ്കരിക്കണോ എന്നുള്ള ഒരു ഇതുണ്ട്.
അതായത് മറ്റു ഫർദ് നിസ്കരിക്കുന്ന നമ്മൾ സാവധാനം നിസ്കരിക്കുന്നതിനേക്കാളും കുറച്ച് വേഗത കൂട്ടണം സുന്നത്ത് നിസ്കാരത്തിന്. പ്രത്യേകിച്ച് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടാവുന്നുള്ള ഒരു തോന്നി. നിസ്കാരം വേഗത്തിൽ നിസ്കരിക്കണം എന്നുണ്ടോ അല്ലേ? തിരിച്ചാണുള്ളത്. ഫർദിനേക്കാൾ സാവകാശം നിസ്കരിക്കേണ്ടതാണ് സുന്നത്ത്. ഫർദ് ഇമാമായി വരുമ്പോൾ ഇമാമ് മൗമികളെ പരിഗണിച്ചുകൊണ്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, ദീർഘമാക്കാൻ പാടില്ല, മൗമികളെ തൃപ്തി അനുസരിച്ചല്ലാതെ. സുന്നത്ത് എത്രയും ദീർഘമായി നിസ്കരിക്കാം. ഫർദിനേക്കാൾ ദീർഘമാകേണ്ടത് സുന്നത്താണ്. നമ്മളൊക്കെ ഞാനടക്കം തിരിച്ചാണ് ചെയ്യലുള്ളത്. സുന്നത്തായ പിന്നെ വജഹത്ത് ഓതൂല, സുറത്ത് ഓതൂല, അതെന്തോ ഒരു കടമ വഹിക്കണ പോലെ ചെയ്യാണ്. അപ്പൊ സുന്നത്തിൽ ആണ് കൂടുതൽ ദീർഘമായി ചെയ്യേണ്ടത്. അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഫർദാണ്. ഫർദ് കഴിഞ്ഞിട്ട് സുന്നത്ത് സ്ഥാനമുണ്ട്. എന്നാൽ ഫർദിൽ പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ കൂടി സുന്നത്ത് കൊണ്ട് പറ്റുകയും ചെയ്യും. മോദിയും ചോദിച്ചത് അതല്ല, അങ്ങനല്ല. സുബഹി നമസ്കാരത്തിന്റെ മുന്നുള്ള സുന്നത്ത് പെട്ടെന്നാക്കിയാണ് നിസ്കരിച്ചാൽ റസൂൽ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. അത് കത്തിപ്പെട്ട് നിസ്കരിക്കുകയും സുബഹിലേക്ക് കടക്കുകയും ചെയ്യുന്നത് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ, അതിനെ പറ്റി വരുന്നത്. കുഞ്ഞുമൊയ്തീൻ എല്ലാ സുന്നത്തും ഉദ്ദേശിച്ചത് സമയമുണ്ടെങ്കിൽ നമുക്ക് ദീർഘമായി നിസ്കരിക്കാം അങ്ങനത്തിനായിട്ടുള്ളത്. ഇവിടെ ഇഖാമത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ സുന്നത്തില്ല, പിന്നെ സുന്നത്ത് അവിടെ അവസാനിപ്പിച്ച് ഫർദിലേക്ക് കടക്കണം. ഒരാള് നമ്മളെ നാട്ടിൽ സാധാരണ കാണുന്ന കാര്യമാണ്, ഇഖാമത്ത് കൊടുക്കുമ്പോ വന്നുകാണ്ട് ഒരു മിനിറ്റ് മുന്നേ നിസ്കരിച്ചു കാണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴും ആ നിസ്കാരം ദീർഘിച്ചുകൊണ്ട് പോകുക സലാം കിട്ടാനെ. അങ്ങനെ അതിന്റെ നിയമം എന്താ? അത് ദീർഘിക്കാൻ പാടുണ്ടോ? അതായത് ഹദീസിൽ പറഞ്ഞത് ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ ഫർദല്ലാത്ത നിസ്കാരമില്ല എന്നാണ്. ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ ഫർദല്ലാത്ത നിസ്കാരമില്ല എന്ന ഹദീസുണ്ട്. അപ്പൊ ആ ഹദീസ് പ്രകാരം ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫർദ് നിസ്കാരേ ഉണ്ടാകാൻ പറ്റും. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ഇഖാമത്ത് വിളിച്ചതിന് ശേഷം നിസ്കാരം തുടങ്ങാൻ ഏതായാലും പാടില്ല. അപ്പൊ ഇഖാമത്ത് കേട്ടിട്ട് പോകാൻ സുന്നത്ത് കയറി പറ്റൂല, അത് ഏതായാലും പാടില്ല. ഇനി നേരത്തെ സുന്നത്തിൽ കയറിയ ഒരാൾ ആ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇഖാമത്ത് വിളിച്ചത് എങ്കിൽ അയാൾക്ക് നിസ്കാരം പെട്ടെന്ന് പൂർത്തിയാക്കി ഇമാമത്ത് കിട്ടുമ്പോഴേക്ക് തന്നെ ഒപ്പെത്താൻ പറ്റും, അല്ലെങ്കിൽ അധികം വൈകാതെ കൂടെത്താൻ പറ്റും എന്നാണെങ്കിൽ അയാൾക്ക് ആ സുന്നത്ത് പൂർത്തിയാക്കാം. എന്നാൽ ഇത് പൂർത്തിയാക്കാൻ നിൽക്കുമ്പോഴേക്ക് അയാൾക്ക് ഒരുപാട് പിന്നെ ഫലായിൽ ഇപ്പോൾ നഷ്ടപ്പെടും. ഇമാമിനെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം പോകും, അതേപോലെ ദുആഉൽ ഇഫ്തിതാഹ് പോകും. ഇതൊക്കെയാണെങ്കിൽ അയാൾ ആ സുന്നത്ത് ഒഴിവാക്കിയിട്ട് ഫർദിലേക്ക് അയാൾ കൂടുകയാണ് വേണ്ടത്. എന്നാൽ 2ാമത്തെ റക്അത്ത് സുജൂദൊക്കെ എത്തിയിട്ടുണ്ട്, ഈ പെട്ടെന്ന് തയ്യാത്ത് വേഗം സലാം കിട്ടിയാലും ഇമാമത്ത് ഇഹ്റാം കിട്ടുമ്പോൾ ഒപ്പം എത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത് പൂർത്തിയാക്കാം. ഇല്ലെങ്കിൽ ആ സുന്നത്ത് ഒഴിവാക്കാം, നേരെ അയാൾക്ക് ഫർദിലേക്ക് ഇമാമിനെ കൂടെ കൂടാം. അതാണ് വേണ്ടത്. അല്ലാഹു അക്ബർ. പുളിയാട്ടുകുളം ചോദിക്കണ്ടോ? അസ്സലാമു അലൈക്കും. എനിക്ക് സംശയം ചോദിക്കാതെ നമ്മള് തഹജ്ജുദ് നമസ്കാരം രാത്രി നമസ്കരിക്കുമ്പോഴേ പിന്നെ ദീർഘമായി ഖുർആനെ നോക്കി മൊബൈലിൽ നോക്കി ഓതുകയാണെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിൽ വായിച്ചുകൊണ്ട് ഓതാൻ പറ്റുമോ? അങ്ങനെ ഒരു സംശയമാണ്. അല്ലാതെ അത് തെറ്റാവോ? അല്ലെങ്കിൽ ഓതി തന്നെ പോകാൻ പാടുള്ളൂ? ഈ അർത്ഥം മനസ്സിൽ വായിക്കുക അല്ലാതെ ഇതല്ല, അങ്ങനത്തെ തെറ്റുണ്ടോ എന്നുള്ള സംശയമാണ്. അസ്സലാമു അലൈക്കും. ഖുർആൻ ഓതുമ്പോൾ അർത്ഥം ഉൾക്കൊണ്ട് പോകാം. അർത്ഥം ആലോചിച്ചും ഉൾക്കൊണ്ടും ചിന്തിച്ചും കൊണ്ട് തന്നെ പോകാം. അർത്ഥം കൂടെ വായിച്ചപ്പോ പരിഭാഷ വെച്ച് വായിക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ ഒരു ചർച്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടും ആലോചിച്ചും ചിന്തിച്ചും കൊണ്ടും പോകാം. അത് സഹാബികൾക്ക് ചെയ്തതാണ്. ഒറ്റ ആയത്തന്നെ അവർ ദീർഘമായി നിന്ന് ചിന്തിച്ച് കരഞ്ഞ് ആയത്ത് പിന്നെയും മടക്കി ഓതൊക്കെ നിസ്കരിച്ചത് സഹാബിമാർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ആയത്തോത്തിന്റെ അർത്ഥം ആലോചിക്കും, അതേപ്പറ്റി ചിന്തിക്കും, കരച്ചിൽ വരും, അവരോട് ചിലപ്പോൾ കാവലിൽ തേടും, അതൊക്കെ ഉണ്ടാവാം. ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു ഖുർആനായത്ത് ഓതുന്നു, അതിനെ കൂടെ പരിഭാഷയും വായിക്കുന്നു, അങ്ങനെ ശൈലി എന്നാലും അള്ളാഹു എന്റെ സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. ശരി, അൽഹംദുലില്ലാഹ്. ഇന്നൊന്നും അവസാനിപ്പിക്കല്ലേ? അസ്സലാമു അലൈക്കും. സുന്നത്ത് നിസ്കാരങ്ങളില് സുജൂദില് നമ്മക്ക് എടുത്തന്നെ മലയാളത്തിൽ എടുത്തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമോ, അതോ മനസ്സിൽ ചിന്തിക്കാനേ പറ്റുള്ളൂ? നിസ്കാരത്തിന്റെ ഭാഷ അറബിയാണ്. അതുകൊണ്ട് നിസ്കാരത്തിലെ പ്രാർത്ഥന അറബിയിൽ തന്നെയാണ് വേണ്ടത്. അത് അടിസ്ഥാന നിയമമാണ്. അവിടെ ഏത് ദുആയി നമുക്കാവാം, പക്ഷെ അറബിയിലാകണം. അത് ഖുർആനിൽ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാവാം, അല്ലാത്ത പ്രാർത്ഥനയാവാം, ഒക്കെ അറബിയിൽ നമ്മൾ നിർവഹിക്കും.
മലയാളം പറ്റുമെന്ന് അല്ലെങ്കിൽ അറബി അല്ലാത്ത ഭാഷ പറ്റുമെന്ന് ഒറ്റപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നല്ലാതെ നമുക്കത് പറ്റുമെന്ന് ഒറ്റ വാക്കിൽ പറയാൻ മാത്രം പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ല. അതുകൊണ്ട് അറബിയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതില് ഒന്നുമില്ല. റബ്ബനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന പ്രാർത്ഥന നിർവഹിച്ചാൽ തന്നെ എല്ലാമായി, എല്ലാം കിട്ടി. ഇബ്രാഹിം ഉമറുള്ളവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കണം. അദ്ദേഹം റബ്ബനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു സിദ്, കുറച്ചുകൂടെ അധികം വേണം. അപ്പോഴും ഇതിനെ നിർവഹിച്ചു. പിന്നെയും അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടെ നിങ്ങൾ ഏറെ വേണം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇതിലെല്ലാം വന്നു. ദുനിയാവിലും ആഖിറത്തിലും മുഴുവൻ എല്ലാ ഖൈറും ഇതിൽ വന്നില്ല, ഇനി എന്താ കൂട്ടാനുള്ളത് ചോദിച്ചത്. അപ്പൊ നമുക്ക് ധാരണ ഉണ്ട്, നമ്മൾക്ക് ഇപ്പോൾ വിചാരിച്ചൊരു കാര്യം അതിപ്പോ അറബിയിൽ ഇപ്പൊ എങ്ങനെ ചോദിക്കുക എന്നൊക്കെ. അതല്ല, നമുക്ക് ഏത് നിർവഹിക്കാം. അത് അറബിയാണ് നിസ്കാരത്തിന്റെ ഭാഷ. പിന്നെ മനസ്സുകൊണ്ട് തേടാം, നാവ് കൊണ്ട് അറബിയല്ലാത്ത ഭാഷ ഉച്ചരിക്കാതെ മനസ്സിൽ ഒരു തേട്ടം റബ്ബിനോട് ഉണ്ടാവാം. അള്ളാഹ്ക്ക് ഭാഷയുടെ പ്രശ്നം ചെല്ലും. ചിലതിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നമുക്ക് പറയാത്ത സുന്നത്ത് നമസ്കാരത്തില് നമുക്ക് സുജൂദില് നമുക്ക് ആവശ്യമുള്ളതൊക്കെ പറയാമെന്ന് പറയണ്ട. അപ്പൊ അത് ഏത് രൂപത്തിലാണ് എന്നുള്ളതായിരുന്നു സംശയം. അത് ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മാത്രമേ അതിലുള്ളൂ. നമുക്ക് അവലംബിക്കാവുന്ന അങ്ങനത്തെ ഒരു വലിയൊരു അസുര അതിലില്ല. ശരി, അപ്പൊ അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ചയിൽ വന്നു. ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 8 മണി വരെയുള്ള 1 മണിക്കൂർ സമയമാണ് തസ്കിയ ക്ലാസ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം നമുക്ക് തുടർന്ന് പോകണം. അതേപോലെ 4ാമത്തെ ഞായറാഴ്ച സുബഹിക്ക് ശേഷം 7 മണി മുതൽ 8 മണി വരെ കർമ്മശാസ്ത്ര ക്ലാസ്സുമാണ്. അപ്പൊ അത് പ്രകാരം ഇനി 22-ാം തീയതി 22 ഞായറാഴ്ച രാവിലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കർമ്മശാസ്ത്രം ഫിഖ്ഹി ക്ലാസ് ഉണ്ടാകും. നിസ്കാരം എന്നാണ് അടുത്ത മാസത്തെ വിഷയം. അത് എല്ലാവരും അനുസരിച്ച് തയ്യാറാവുക. എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒരുപാട് സഹോദരന്മാർ രോഗികളായി വീട്ടിലും ഹോസ്പിറ്റലിലും ക്വാറന്റൈനിലും എല്ലാമായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ധാരാളം ആളുകൾ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മെ വിട്ടു പിരിഞ്ഞു പോയ വേങ്ങര മണ്ഡലത്തിലെ നമ്മുടെ പ്രവർത്തകൻ ഫൈസൽ കാപ്പൻ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇന്നലെ നമ്മുടെ ഒക്കെ ബഹുമാന്യനായ ഉസ്താദ് അബ്ദു മൗലവി ഇന്നലെ മരണപ്പെട്ടു, ഇന്നലെ മറവ് ചെയ്തു. എല്ലാ രംഗത്തും നമുക്കൊക്കെ ഒരു ഓടിച്ചെന്ന് കാര്യങ്ങൾ ചോദിക്കാനും ഒരു ദീനിയായ വിഷയത്തിൽ നമുക്കൊക്കെ ഉപദേശം തരാനും പറ്റുന്ന നമ്മുടെ ഉസ്താദിന്റെ സ്ഥാനത്തുള്ള ഒരു നല്ല പണ്ഡിതനായ അദ്ദേഹം അള്ളാഹു ജീവിതം സന്തോഷപൂർണ്ണമാക്കി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സിദ്ദീഖുകളുടെയും ശുഹദാഇന്റെയും സ്വാലിഹുകളുടെയും കൂടെ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷകളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.